മോറൽ തിയോളജി എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ. മോറൽ തിയോളജി എന്ന് പറയുമ്പോൾ മൊറാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ദൈവശാസ്ത്ര ശാഖ. എന്താണ് ഈ മൊറാലിറ്റി? അതാണ് ഇന്നത്തെ ചോദ്യം. അപ്പൊ നമ്മൾ ഈ ശരി തെറ്റ്, എൻ്റെ പ്രവൃത്തിയിലും എൻ്റെ തീരുമാനങ്ങളിലും ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് വേർതിരിച്ച് നമ്മളെ കാണാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവശാസ്ത്ര ശാഖയാണ് ഈ ധാർമ്മിക ദൈവശാസ്ത്രം എന്ന് പറയുക. നമ്മളൊരു ക്രൈസ്തവ ധാർമ്മിക ദൈവശാസ്ത്രത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. ക്രൈസ്തവ ധാർമ്മിക ദൈവശാസ്ത്രം, ധാർമ്മിക ദൈവശാസ്ത്രം അത് കുറച്ചും കൂടി ജനറൽ ആണ്. പക്ഷെ നമുക്ക് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ക്രൈസ്തവ ധാർമ്മിക ദൈവശാസ്ത്രം. അപ്പൊ ഈ എല്ലാ ദൈവശാസ്ത്രങ്ങൾക്കും ചില ഉറവിടങ്ങളുണ്ട്, സോഴ്സ് ഉണ്ട്. ആ സോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ദൈവശാസ്ത്ര ചിന്തകൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഒക്കെ രൂപപ്പെടുക. അപ്പൊ ക്രൈസ്തവ ഇപ്പം ധാർമ്മികത എന്ന് പൊതുവെ പറഞ്ഞാല്, അല്ലെങ്കിൽ ധാർമ്മിക ദൈവശാസ്ത്രം എന്ന് പൊതുവെ പറഞ്ഞാല് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് വേർതിരിച്ച് കാണുന്ന ഒരു ദൈവശാസ്ത്ര ശാഖ. ക്രൈസ്തവ ധാർമ്മിക ദൈവശാസ്ത്രം എന്ന് ചോദിച്ചാല് ക്രൈസ്തവര് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് വേർതിരിച്ച് കാണാന് ക്രൈസ്തവരെ സഹായിക്കുന്ന ഒരു ദൈവശാസ്ത്ര ശാഖ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വി ഹാവ് എ ഡിസ്റ്റിങ്റ്റീവ് ക്രിസ്ത്യൻ മോറൽ തിയോളജി എന്ന് പറയാം. ദ ഡിസ്റ്റിങ്റ്റീവ്നെസ് ഓഫ് അവർ മൊറാലിറ്റി. അപ്പൊ നമ്മുടെ അടിസ്ഥാന സോഴ്സ് എന്ന് പറയുന്നത് ബൈബിളാണ്. ഇച്ചിരി കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ബൈബിളിന്റെ വെളിച്ചത്തില് ഏതൊക്കെ പ്രവൃത്തി എനിക്ക് ചെയ്യാം, ഏതൊക്കെ പ്രവൃത്തി എനിക്ക് ചെയ്യാൻ പാടില്ല, എങ്ങനെ ഞാൻ തീരുമാനം എടുക്കണം, ഏതൊക്കെ തീരുമാനങ്ങളാണ് ശരി ഏതൊക്കെ തീരുമാനങ്ങളാണ് തെറ്റ് എന്ന് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്ന ഒരു ദൈവശാസ്ത്ര ശാഖയാണ് ക്രൈസ്തവ ധാർമ്മിക ദൈവശാസ്ത്രം എന്ന് പറയുക. അപ്പൊ നിങ്ങൾ ചോദിക്കും ബൈബിൾ മാത്രമേ ഉള്ളൂ എന്ന് സോഴ്സ് ആയിട്ട്. ബൈബിൾ മാത്രമല്ല, ബൈബിൾ എന്ന് പറയുന്നത് പ്രൈമറി സോഴ്സ് ആണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള സോഴ്സ് ആണ്. പിന്നെ നമുക്ക് സഭാപ്രബോധനങ്ങളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ റീസൺ ഉണ്ട്, ബുദ്ധിയുണ്ട്, പിന്നെ സാമൂഹ്യ നിയമങ്ങൾ, അങ്ങനെ പല സോഴ്സുകളുണ്ട്. പക്ഷെ പ്രൈമറി സോഴ്സ് ബൈബിളാണ്. നിങ്ങൾക്കറിയാം, ഈ ബൈബിളിൽ നിന്നാണ് സഭയുടെ പ്രബോധനങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ധാർമ്മിക ദൈവശാസ്ത്രം എന്ത് എന്ന് ചോദിച്ചാല്, ബൈബിളിന്റെ വെളിച്ചത്തില്, ബൈബിളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന സഭാ പ്രബോധനങ്ങളുടെ വെളിച്ചത്തില് എന്തൊക്കെ എനിക്ക് ചെയ്യാം, എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പാടില്ല, ഏത് തരത്തിൽ എനിക്ക് തീരുമാനമെടുക്കാം, എന്തെനിക്ക് തീരുമാനമെടുക്കാൻ പറ്റിയല്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്ത പ്രവൃത്തി ശരിയാണോ തെറ്റാണോ, ഞാൻ എടുത്ത തീരുമാനം ശരിയാണോ തെറ്റാണോ, ഇങ്ങനെ വിശകലനം ചെയ്യുന്ന ഒരു ദൈവശാസ്ത്ര ശാഖയാണ് ക്രൈസ്തവ ധാർമ്മിക ദൈവശാസ്ത്രം. എനിക്ക് തോന്നുന്നത് ക്ലിയർ ആണല്ലോ അല്ലെ? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുള്ളതായിരിക്കും അല്ലെ? ക്ലിയർ അല്ലേ? അത് നേരത്തെ കേട്ടിട്ടുള്ളതല്ലേ ഇത്? ഇത് ക്ലിയർ ആണോ? കേൾക്കാവോ എന്നെ? കേൾക്കാം. ഓക്കെ. അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഈ ധാർമ്മിക ദൈവശാസ്ത്രം നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് ഫണ്ടമെന്റൽ ധാർമ്മിക ദൈവശാസ്ത്രം, അടിസ്ഥാനപരമായ ധാർമ്മിക ദൈവശാസ്ത്രം എന്നും, പിന്നെ സ്പെസിഫിക് മോറൽ തിയോളജി എന്ന് പറഞ്ഞാൽ ചില വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ധാർമ്മിക ദൈവശാസ്ത്രം. ഇപ്പൊ ഫണ്ടമെന്റൽ മോറൽ തിയോളജി എന്ന് പറയുന്നതാണ് നമ്മുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്. ഇപ്പം ബൈബിളിൽ എന്തൊക്കെയാണ് തത്വങ്ങളുള്ളത്, ഏതൊക്കെ പ്രിൻസിപ്പിൾസ് ആണുള്ളത്, ആ ബൈബിളിനെ വെളിച്ചത്തിൽ എഴുതിയ സഭാപ്രബോധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ജീവിതത്തിൽ ഫോളോ ചെയ്യാൻ വേണ്ടി നമുക്കൊരു കോഡ്സ് ഓഫ് കോണ്ടക്ട് തരുമല്ലോ. ഇപ്പൊ 10 പ്രമാണങ്ങൾ അത് പഴയ നിയമത്തിലുണ്ട്. പുതിയ നിയമത്തിൽ ക്രിസ്തു നൽകിയ പാരബിൾസ് ഉണ്ട്, പ്രമാണങ്ങളുണ്ട്, ക്രിസ്തു നൽകിയ ഉപദേശങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ അതെല്ലാമാണ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഫണ്ടമെന്റൽ മോറൽ തിയോളജി വരുന്നത്, അടിസ്ഥാനപരമായ ധാർമ്മിക ദൈവശാസ്ത്രം. ഈ അടിസ്ഥാനപരമായ ധാർമ്മിക ദൈവശാസ്ത്രം നമ്മൾ ഓരോരോ ഇഷ്യൂസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് സ്പെഷ്യൽ മോറൽ തിയോളജി രൂപപ്പെടുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എൻവയറമെന്റൽ പ്രോബ്ലം, നമ്മുടെ പ്രകൃതിയുടെ പ്രശ്നങ്ങളിലേക്ക് ഈ പറയുന്ന ബൈബിളിലെ ഈ പറയുന്ന തത്വങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്രിസ്ത്യൻ എൻവയറമെന്റൽ എത്തിക്സ് വരും. പ്രകൃതിയുടെ ധാർമ്മികത, പ്രകൃതിയോട് എങ്ങനെ പെരുമാറണം, എന്തൊക്കെ കാര്യങ്ങൾ പ്രകൃതി ചെയ്യാം. അപ്പൊ ഇതിന്റെ വെളിച്ചത്തിലാണ് മാർപ്പാപ്പ ലൗദാത്തോ സി എഴുതിയത്. ഇപ്പൊ ലൗദാത്തോ സി ആദ്യമായിട്ട് ഒന്നൊന്നുമല്ല, പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധത്തിൽ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നതിനെ കുറിച്ച് മുമ്പ് മാർപ്പാപ്പമാർ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് 2015 ലൗദാത്തോ സി നമ്മുടെ പോപ്പ് ഫ്രാൻസിസ് എഴുതുക.
ലൗദാത്തോ സിയിൽ വളരെ കൃത്യമായിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അതിന് 8 വർഷത്തിന് ശേഷം 2023 മാർപ്പാപ്പ വീണ്ടും ലൗദാത്തോ ദെയും എഴുതുന്നുണ്ട്. അതും പ്രകൃതിയായിട്ട് ബന്ധപ്പെടുത്തിയ തന്നെയാണ്. അപ്പൊ അത് ഒരു എന്താ പറയാ, പ്രകൃതിയും മനുഷ്യനും നമ്മളുടെ ബന്ധത്തെ കുറിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് മാർപ്പാപ്പ എഴുതിയ ലേഖനങ്ങളാണ്. ഒന്ന് അപ്പസ്റ്റോലിക് എക്സോർട്ടേഷൻ 2023, 2015 നമ്മുടെ എൻസൈക്ലിക്കൽ ലെറ്റർ ആണ്. അപ്പൊ ഇത് രണ്ടും എന്താ പറയാ, ഒരു അടിസ്ഥാന പ്രമാണ രേഖയായിട്ട് നിൽക്കുക. ഇത് രണ്ടും വരുന്നത് ബൈബിളിൽ നിന്നാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇപ്പം നമുക്കറിയാലോ, സാമ്പത്തിക ശാസ്ത്രം, അതിനൊരു മൊറാലിറ്റി ഉണ്ട്. അല്ലെ, ബിസിനസ് ചെയ്യുന്നു, അതിനൊരു മൊറാലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ലൈഫ്, അതിനൊരു മൊറാലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ പിന്നെ സോഷ്യൽ ലൈഫ്, അതിന് സോഷ്യൽ മൊറാലിറ്റി ഉണ്ട്. അപ്പൊ ഇങ്ങനെ വിവിധങ്ങളായ സാഹചര്യങ്ങളിൽ ഈ ക്രൈസ്തവ എന്താ പറയാ, ഫണ്ടമെന്റൽ മോറൽ തിയോളജിയുടെ പ്രിൻസിപ്പിൾസ് നമുക്ക് ബൈബിളിൽ നിന്ന് കിട്ടുന്നത് അപ്ലൈ ചെയ്യുമ്പോഴാണ് സ്പെഷ്യൽ മോറൽ തിയോളജി രൂപപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു മോറൽ തിയോളജിയുടെ ഒരു ശാസ്ത്രശാഖയാണ് നമ്മൾ ജീവന്റെ ധാർമ്മികത എന്ന് പറയാം. അപ്പോ ഇവിടെ നമ്മൾ വിശകലനം ചെയ്യുന്നത് ലൈഫ് റിലേറ്റഡ് ഇഷ്യൂസ് ആണ്. ജീവനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ എങ്ങനെയാണ് ഒരു ക്രൈസ്തവൻ തീരുമാനമെടുക്കേണ്ടത്, ഒരു ക്രൈസ്തവൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, ഇതാണ് ഈ ജീവന്റെ ധാർമ്മികതയിൽ നമ്മൾ വിശകലനം ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഇത് മനസ്സിലായി കാണുമായിരിക്കും. നമ്മുടെ ഫണ്ടമെന്റൽ സോഴ്സ് എന്ന് പറയുന്നത് ബൈബിളാണ്. ആ ബൈബിളിൽ നമുക്ക് ചില എന്താ പറയാ, കോഴ്സ് ഓഫ് കോണ്ടാക്റ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ചില എക്സോർട്ടേഷൻസ് ഉണ്ട്, പാരബിൾസ് ഉണ്ട്, നിയമങ്ങളുണ്ട്, 10 കമാൻഡ്മെന്റ്സ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബൈബിളിലുണ്ട്. അതാണ് ഫണ്ടമെന്റൽ മോറൽ തിയോളജിയുടെ അടിസ്ഥാനം എന്ന് പറയാം. അത് വെച്ചുകൊണ്ട് നമ്മുടെ കോൺക്രീറ്റ് ഇഷ്യൂസിൽ നമുക്ക് എങ്ങനെ പെരുമാറാം, എങ്ങനെ നമ്മൾ പെരുമാറണം, എന്ത് തീരുമാനം എടുക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഈ ബയോത്തിക്സ്, ജീവന്റെ ധാർമ്മികത, ജീവനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് തീരുമാനം എടുക്കേണ്ടത് എന്നാണ് നമ്മൾ വിശകലനം ചെയ്യുക. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാല്, ഈ ജീവനെ കുറിച്ച് എന്താണ്, ആദ്യം തന്നെ ജീവനെ കുറിച്ചുള്ള ഒരു അടിസ്ഥാന പ്രമാണം ബൈബിൾ എന്ത് പറയുന്നു, സഭാ പ്രബോധനങ്ങൾ എന്ന് പറയുന്നു, അത് നമ്മൾ മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് ജീവനെ കുറിച്ച് എങ്ങനെയാണ് നമ്മൾ വിശകലനം ചെയ്യേണ്ടത്, അല്ല നമ്മൾ തീരുമാനം എടുക്കേണ്ടത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം ബൈബിള് ജീവനെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചാല്, നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ ഇൻസിഡന്റ് എടുത്തിട്ട് ഇതാണ് ബൈബിളിന് ജീവനെ കുറിച്ച് പറയാനുള്ളത് എന്ന് പറയാൻ പറ്റില്ല. നമുക്കത് മൊത്തമായിട്ട് വിശകലനം ചെയ്യണം. പഴയ നിയമം എന്ന് പറയുന്നത് പുതിയ നിയമത്തിന്റെ, അതായത് പഴയ നിയമം നമുക്ക് മനസ്സിലാക്കേണ്ടത് പുതിയ നിയമത്തിന്റെ കണ്ണുകളിലൂടെയാണ് എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ പുതിയ നിയമത്തിലാണ് പഴയ നിയമത്തിന്റെ പൂർത്തീകരണം വരിക. സോ പഴയ നിയമത്തെ നമ്മൾ മുഴുവൻ നോക്കിയാൽ ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ചില കൊലപാതകങ്ങളും ചില ജീവനെ ഹനിക്കുന്ന പ്രവൃത്തികളും ഒക്കെ പഴയ നിയമത്തിൽ കാണാൻ പറ്റുമെങ്കിലും പഴയ നിയമത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത് ജീവനെ സംരക്ഷിക്കണം എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് തമ്പുരാൻ കൊടുത്ത 10 പ്രമാണങ്ങളിൽ ഒരു പ്രമാണം പോലും കൊല്ലരുത് എന്നുള്ളതാണ്. അപ്പം ബൈബിൾ എന്ത് പറയുന്നു? പഴയ നിയമം ജീവനെ കുറിച്ച് നശിപ്പിക്കരുത്, ഇതാണ് ബൈബിൾ പറയുക. അതിനെ നിങ്ങൾ നശിപ്പിക്കരുത്, കൊല്ലരുത്. പിന്നീട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോ നമ്മൾ കാണുന്നത് ഈ ജീവനെ കുറച്ചും കൂടി വലിയ അർത്ഥവ്യാപ്തി ക്രിസ്തു കൊടുക്കുകയാണ് പുതിയ നിയമത്തില്. പഴയ നിയമത്തില് പറഞ്ഞിരിക്കുന്ന ഈ കൽപ്പനകളെല്ലാം ക്രിസ്തു പുതിയ നിയമത്തിൽ ആവർത്തിച്ചിട്ട് അതിനെല്ലാം അടിവരയിടുന്നുണ്ട്. കൊല്ലരുത് എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, തിരുവചനമാണ്. മത്തായിയുടെ സുവിശേഷം 5 അധ്യായം മുതൽ 8 അധ്യായം വരെ നിങ്ങൾക്കറിയാം, മലയിലെ പ്രസംഗം. 5:1 ക്രിസ്തു മലയിലേക്ക് കയറുന്നത്, 8:1 ക്രിസ്തു മലയിൽ നിന്ന് ഇറങ്ങുന്നത്. ഇപ്പൊ 5, 6, 7 അധ്യായങ്ങള് മലയിൽ വെച്ച് നൽകിയ പ്രബോധനങ്ങളാണ്. അപ്പോ നമ്മുടെ ഈ ജീവനെ കുറിച്ച് ബൈബിള് എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ പഴയ നിയമത്തിൽ വളരെ ജീവനെ നശിപ്പിക്കരുത്, കൊല്ലരുത്, അതിനെ പ്രൊമോട്ട് ചെയ്യണം, അതാണ്. പക്ഷെ നമുക്കറിയാം ബൈബിൾ മൊത്തം നോക്കണം, ഇതേ സംഗതി തന്നെ പുതിയ നിയമത്തിൽ ക്രിസ്തു അപ്പൊ ഈ മത്തായിയുടെ സുവിശേഷം 5 അധ്യായത്തില് കൊല്ലരുത് എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങൾ പറയുന്നു, സഹോദരോട് കോപിക്കരുത്, പോഷായെന്ന് വിളിക്കരുത്, സഹോദരനെ വെട്ടിയെന്ന് വിളിക്കരുത്. അപ്പൊ ക്രിസ്തു ഈ കൊല്ലരുത് എന്ന കൽപ്പനയ്ക്ക് പുതിയ ഒരു അർത്ഥവ്യാപ്തി അത് പുതിയ നിയമത്തിൽ നൽകുക എന്ന് പറഞ്ഞാൽ, കൊല്ലരുത് എന്ന കൽപ്പന ഒന്നുകൂടി അരക്കിട്ട് ഉറപ്പിക്കുക ക്രിസ്തു. പിന്നീട് ക്രിസ്തുവിന്റെ ജീവിതം മൊത്തം നമ്മൾ പരിശോധിക്കുമ്പോൾ മനുഷ്യജീവന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്, മനുഷ്യന് തന്നെ വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. നമുക്കത് ഇപ്പം മരിച്ചവരെ ഉയർപ്പിക്കുന്ന സംഭവമാണെങ്കിലും ഹീൽ ചെയ്യുന്ന സംഭവമാണെങ്കിലും
പാവനിയായ സ്ത്രീയോട് പെരുമാറുന്ന രീതിയാണെങ്കിലും, കൊല്ലാൻ കൊണ്ടുവരുന്നയാളെ രക്ഷപ്പെടുത്തുന്ന രീതിയാണെങ്കിലും, ഒത്തിരിയേറെ സംഭവങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. എല്ലാം ഇൻ ഫേവർ ഓഫ് ലൈഫാണ്. ലൈഫിന് അനുകൂലമായ നിലപാടുകളാണ് ക്രിസ്തു എടുത്തിട്ടുള്ളത്. പിന്നെ ക്രിസ്തു പറഞ്ഞത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചോളൂ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ലൈഫിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട്, മനുഷ്യനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ജീവിക്കണം എന്ന് തന്നെയാണ് പഴയ നിയമത്തിൽ, അല്ല പുതിയ നിയമത്തിൽ ക്രിസ്തു പറഞ്ഞു വെക്കുക. അപ്പൊ ബൈബിളില് ഈ ലൈഫിനെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ, ബൈബിളില് ലൈഫിനെ കുറിച്ച് പറയുന്നത് ലൈഫ് സംരക്ഷിക്കപ്പെടണം, പ്രൊമോട്ട് ചെയ്യപ്പെടണം, ഒരു കാരണവശാലും നശിപ്പിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. ഇനി സഭയുടെ പ്രബോധനത്തിലോട്ട് വരുമ്പോ നമുക്കറിയാം, നമ്മുടെ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു പിന്നെ സൃഷ്ടികർമ്മം നടത്തിയപ്പോ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാ പറയുക. അപ്പൊ ഇത് നമ്മുടെ സഭയുടെ സഭാപ്രബോധനങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് നമുക്ക് ദൈവം ഒരു പ്രത്യേക ഡിഗ്നിറ്റി നൽകിയിട്ടുണ്ട്. അപ്പോ അത് നമ്മൾ എന്താ പറയാ, ലൈഫിനുള്ള ഒരു മൂല്യമാണ് സൂചിപ്പിക്കുന്നത്, ജീവനുള്ള മൂല്യമാണ് സൂചിപ്പിക്കുന്നത്. അതിനെ സംരക്ഷിക്കപ്പെടണം, അതിനെ പ്രൊമോട്ട് ചെയ്യപ്പെടണം. പിന്നീട് നമ്മൾ സഭയുടെ പ്രബോധനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആത്മാവും ശരീരവും ഒന്നു ചേരുന്നതാണ് മനുഷ്യജീവൻ എന്ന പിന്നെ പഠനങ്ങള് ഗൗഡിയം എക്സ്പ്രസിലൊക്കെ, നമുക്ക് വത്തിക്കാൻ കൗൺസിൽ ഡോക്യുമെന്റ്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആത്മാവും ശരീരവും പണ്ട് നമുക്കറിയാം, ഈ ആത്മാവും ശരീരവും രണ്ടും രണ്ടാണ് എന്ന രീതിയിലുള്ള പഠനം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ബൈബിളിൽ അങ്ങനെ ഒരു ചിന്തയില്ല. അത് രണ്ടും കൂടി ചേർന്നതാണ് മനുഷ്യൻ. പിന്നെ ജീവന്റെ ഉറവിടം ദൈവമാണ്. അത് വളരെ കൃത്യമായിട്ട് സഭയുടെ പ്രബോധനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ജീവന്റെ ഉറവിടം എന്ന് പറയുന്നത് ദൈവമാണ്. ഇവാഞ്ചലിയം വീത്തെ ചാക്രിക ലേഖനത്തിലൊക്കെ കൃത്യമായിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നത്, ജീവൻ ദൈവത്തിന്റെ ഒരു ദാനമാണ്. അത് നമ്മൾ ഈ പറയുന്ന സഭയുടെ പ്രബോധനങ്ങളിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ ജീവൻ എന്ന് പറയുന്നത് അത് പരിശുദ്ധമാണ്, ജീവനെ നശിപ്പിക്കരുത് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മുടെ പ്രബോധനങ്ങളിൽ കാണാം. പിന്നെ ജീവനെ ഒരു അടിസ്ഥാന മൂല്യമായിട്ടാണ് നമ്മൾ കാണുക നമ്മുടെ പ്രബോധനങ്ങളിൽ. ജീവനെ അടിസ്ഥാന മൂല്യം. അപ്പൊ അടിസ്ഥാന മൂല്യം എന്ന് പറയുമ്പോൾ നമുക്കതിനെ നശിപ്പിക്കാൻ പറ്റില്ല. ഇറ്റ് ഹാസ് ടു ബി പ്രൊട്ടക്റ്റഡ് ആൻഡ് വി ഹാവ് ടു പ്രൊമോട്ട് ലൈഫ്. അതാണ് സഭയുടെ പ്രബോധനം. സഭയുടെ പ്രബോധനങ്ങൾ എപ്പോഴും ബൈബിളിന് അനുയോജ്യമായിട്ട് വരാൻ പറ്റുകയുള്ളൂ. സോ ലൈഫ് ഹാസ് ടു ബി പ്രൊമോട്ടഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. അപ്പോ ഇതാണ് സഭ. അപ്പൊ അങ്ങനെ പ്രൊമോട്ട് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം ലൈഫിനെ എന്ന് ബൈബിളും പറയുന്നു, സഭാ പ്രബോധനങ്ങളും പറയുന്നു. അപ്പൊ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും മാത്രമേ നമുക്ക് പറ്റുള്ളൂ. നമുക്കല്ലാതെ ലൈഫിനെ നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് ഒരിക്കലും സാധിക്കില്ല. ഇനി നിങ്ങളോട് ഇതാണ് സഭയുടെ ഒരു അടിസ്ഥാന തത്വം, അല്ലെങ്കിൽ ജീവനെ കുറിച്ചുള്ള സഭയുടെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുക. അതിന് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയുമ്പോൾ സാങ്ക്ടിറ്റി ഓഫ് ദ ലൈഫ്, ഡിഗ്നിറ്റി ഓഫ് ദ ലൈഫ്, ഓണർഷിപ്പ് ഓഫ് ദ ഹ്യൂമൻ ബോഡി, ഓണർഷിപ്പ് ഓഫ് ദ ലൈഫ് എന്നൊക്കെ പറയും. പക്ഷെ സിമ്പിൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ജീവൻ ദൈവത്തിന്റെ ദാനമാണ്, ദൈവമാണ് ജീവന്റെ ഉറവിടം, ജീവനെ നമുക്ക് നശിപ്പിക്കാൻ പറ്റിയല്ല, അത് അടിസ്ഥാന മൂല്യമാണ്, എപ്പോഴും അതിനെ പ്രൊമോട്ട് ചെയ്യണം, അതിനെ സംരക്ഷിക്കണം. അത്രയും മാത്രം നിങ്ങൾ മനസ്സിൽ ഓർത്തിരുന്നാൽ മതി, ബാക്കിയെല്ലാം ഓർത്തിരിക്കാൻ പറ്റിയല്ലോ. ഈ ജീവനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ രണ്ട് തത്വങ്ങൾ കത്തോലിക്കാ സഭ പറയുന്നുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കണം. ഒന്ന്, ദ പ്രിൻസിപ്പിൾ ഓഫ് ടോട്ടാലിറ്റി എന്ന് പറയും, അതായത് സമഗ്ര തത്വം. ഇപ്പൊ നമുക്ക് ഈ മനുഷ്യൻ മൊത്തത്തില് അവന്റെ നന്മ, അതാണ് നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ കയ്യിൽ ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഈ കൈ മുറിച്ചു കളയാം. കാരണം ഈ കൈ നിലനിൽക്കുന്നത് ശരീരത്തിന് മൊത്തത്തിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ശരീരത്തിന് മൊത്തത്തില് കുഴപ്പം വരാത്ത രീതിയിൽ, ശരീരത്തിന്റെ മൊത്തത്തിലുള്ള നന്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഓർഗൻ വേണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ എന്താ പറയാ, നമുക്ക് ദാനം ചെയ്യാം, അല്ലെങ്കിൽ അസുഖം വന്നൊരു കൈ ഏതൊരു ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് മുറിച്ചു മാറ്റാം. അതൊന്നും കുഴപ്പമില്ല. കാരണം അത് നമ്മുടെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള, ജീവന്റെ മൊത്തത്തിലുള്ള നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ദ ടോട്ടാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയാ, ഈ പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ ഇഫക്റ്റ് ഉണ്ട്. ഇത് രണ്ടും ഈ ജീവന്റെ ധാർമ്മികതയിൽ എപ്പോഴും കടന്നു വരും. പ്രിൻസിപ്പിൾ ഓഫ് ദ ടോട്ടാലിറ്റി, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ദ ഡബിൾ ഇഫക്റ്റ്. ഡബിൾ ഇഫക്റ്റ് എന്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്, ഞാൻ പറഞ്ഞുതരാം. അതിന് വിഫല സിദ്ധാന്തം എന്നാണ് പറയുക മലയാളത്തില്. വിഫല സിദ്ധാന്തം.
പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ ഇഫക്റ്റ്. നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നു, നമുക്കൊരു ഉദ്ദേശമുണ്ട്, ആ ഉദ്ദേശത്തിന്റെ അനുസരിച്ച് റിസൾട്ട് ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കാത്ത വേറൊരു റിസൾട്ടും കൂടെ വരികയെന്ന് കരുതുക. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് മാത്രമേ ഉള്ളൂ, ഉദ്ദേശിക്കാതെ വന്ന റിസൾട്ടിന് നമ്മൾ ഉത്തരവാദിയല്ല. ഇതിനെയാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ ഇഫക്റ്റ്. ഒരു ഉദാഹരണം പറയാം. നമുക്ക് പനി വന്നു, അപ്പൊ ലൈഫ് ഡേഞ്ചറാ, മരുന്ന് കഴിക്കുന്നു. നമ്മുടെ ഉദ്ദേശം പനി മാറി, ഗുഡ് ഓഫ് ദ പേഷ്യന്റ്, എനിക്ക് നല്ല സുഖം കിട്ടണം, അതാണ് നമ്മുടെ ഉദ്ദേശം, എന്ന് പറഞ്ഞാൽ ആരോഗ്യം കിട്ടണം. പക്ഷെ ആ കഴിച്ച മരുന്നിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് അതൊരു അലർജി ആയിട്ട് മാറി എന്ന് കരുതുക. അപ്പൊ അത് എന്റെ ആരോഗ്യത്തെ ദോഷമായിട്ട് ബാധിച്ചു. അപ്പൊ ഞാൻ എന്റെ ലൈഫിനെ നശിപ്പിച്ചോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ നശിപ്പിച്ചിട്ടില്ല. കാരണം ആരോഗ്യത്തെ ദോഷമായി ബാധിച്ചത് അൺഇൻറ്റൻഡ് റിസൾട്ടാണ്, ഞാൻ ഉദ്ദേശിക്കാത്ത ഫലമാണ്. ഞാൻ ഉദ്ദേശിച്ച ഫലം എന്ന് പറയുന്നത് ഗുഡ് ഓഫ് ദ പേഷ്യന്റ് ആണ്, എനിക്ക് പനി മാറണം, അത് മാറി. പക്ഷെ അതിനോടൊപ്പം തന്നെ ഞാൻ ഉദ്ദേശിക്കാത്ത ഒരു റിസൾട്ടും കൂടെ വരികയാണ്. ആ ഉദ്ദേശിക്കാത്ത റിസൾട്ട് എന്ന് പറയുന്നതാണ് ഈ അൺഇൻറ്റൻഡ് റിസൾട്ട്. അതിനെയാണ് നമ്മളതിന് ഉത്തരവാദിയല്ല. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട്. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഡിറക്റ്റ് അബോർഷനും ഉണ്ട്, ഇൻഡയറക്റ്റ് അബോർഷനും ഉണ്ട്. നമ്മളിത് കാണും ഞാൻ സംസാരിക്കാനകം. അപ്പൊ അങ്ങനെ വരുന്ന കേസുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു തത്വമാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ ഇഫക്റ്റ്. ഞാനൊരു നല്ല ഉദ്ദേശത്തിന് വേണ്ടി, നല്ലൊരു റിസൾട്ടിന് വേണ്ടി ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു, മെഡിക്കൽ ആയിട്ടൊരു പ്രവൃത്തി ചെയ്യുന്നു, അല്ലെ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ ഉദ്ദേശിക്കാത്ത ഒരു റിസൾട്ട് ആ പ്രവൃത്തിയിൽ വരുന്നു. സോ ആം ഐ റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. ഞാൻ അതിന് ഉത്തരവാദിയാണോ? ഉത്തരവാദിയല്ല. എനിക്ക് എന്തെങ്കിലും ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടോ? ഇല്ല, കാരണം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ നമുക്കറിയാലോ, ഈ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന് പോലും നമ്മുടെ കോടതിയിൽ പറയാറുണ്ടല്ലോ. അത് തന്നെയാണ് സംഭവം, ഈ പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ ഇഫക്റ്റ്. നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു സംഭവം, നമ്മളൊരു നന്മ ഉദ്ദേശിക്കുന്നു, ആ നന്മ വരുന്നു. ആ നന്മയോടൊപ്പം തന്നെ നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു തിന്മ വരുന്നു. അതിന് നമ്മൾ ഉത്തരവാദിത്തമല്ല, നന്മയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ ഇഫക്റ്റ് എന്ന് പറയുക. ഈ രണ്ട് പ്രിൻസിപ്പിള് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഈ ബയോത്തിക്കൽ ഇഷ്യൂസിനെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ. പ്രിൻസിപ്പിൾ ഓഫ് ടോട്ടാലിറ്റി, ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ ഇഫക്റ്റ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുക. ജീവന്റെ ധാർമ്മികത, അത് ബൈബിൾ എന്ത് പറയുന്നു, സഭാ പ്രബോധനങ്ങൾ എന്ത് പറയുന്നു. ജീവന്റെ ധാർമ്മികതയുമായിട്ട് വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് തത്വങ്ങൾ, ഒന്ന് പ്രിൻസിപ്പിൾ ഓഫ് ടോട്ടാലിറ്റി, രണ്ട് പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ ഇഫക്റ്റ്. ഇനി ബൈബിൾ എന്ത് പറയുന്നു? സാങ്ക്ടിറ്റി ഓഫ് ലൈഫ്. സഭയുടെ പ്രബോധനം എന്ത് പറയുന്നു? സാങ്ക്ടിറ്റി ഓഫ് ലൈഫ്. ലൈഫ് എന്ന് പറയുന്നത് അമൂല്യമാണ്, ദൈവത്തിന്റെ ദാനമാണ്, നശിപ്പിക്കാൻ പാടില്ല, അതിനെ പ്രൊമോട്ട് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ഇനി പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ്, വിവാഹത്തിന്റെ അർത്ഥവും ലക്ഷ്യവും. അപ്പൊ ഇത് ഇനിയിപ്പോ ഈ ലൈഫ് എവിടെയാണ് ഉടലെടുക്കുക? ദാമ്പത്യ ജീവിതത്തിലാണ് ലൈഫ് ഉടലെടുക്കുന്നത്, നമുക്കറിയാം. വിവാഹ ജീവിതത്തിലാണ് ലൈഫ് ആരംഭിക്കുക, പുതിയ ലൈഫ് തുടങ്ങുന്നത് അവിടെയാണ്. അതായത് വിവാഹം എന്ന കൂദാശയില് വളരെ പ്രധാനപ്പെട്ട രണ്ടാണ്. ഒന്ന് യൂണിറ്റീവ് ആൻഡ് പ്രൊക്രിയേറ്റീവ് ഡയമെൻഷൻ എന്ന് പറയാം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പരസ്പര സ്നേഹം, ആ സ്നേഹത്തിന്റെ ക്ലൈമാക്സിൽ ഉണ്ടാകുന്ന യൂണിറ്റീവ്, അവർ തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രൊക്രിയേഷൻ, സന്താനോൽപാദനം. ഇത് ഒരുമിച്ച് പോകുന്നതാണ് യൂണിറ്റീവ് ആൻഡ് പ്രൊക്രിയേറ്റീവ് ഡയമെൻഷൻസ് ഓഫ് ദ മാരിറ്റൽ ലൈഫ്. അവിടെയാണ് ജീവൻ ഉടലെടുക്കുന്നത്. ഭാര്യാഭർത്തൃ ബന്ധത്തില്, അവരുടെ സ്നേഹത്തില്, ആ കൂദാശയിലാണ് ജീവൻ ഉടലെടുക്കുന്നത്. ഇനി അത് നമുക്ക് എന്നാ പറയാ, എല്ലാ ദമ്പതിമാരുടെയും ഉത്തരവാദിത്വമാണ്. മൂന്നാമത്തെ ചാപ്റ്ററിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്, അതായത് ഉത്തരവാദിത്വപൂർണമായ മാതൃത്വം, പിതൃത്വം. അത് ഒത്തിരിയേറെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒരു സഭാ പ്രബോധനമാണ് ഉത്തരവാദിത്വപൂർണമായ മാതൃത്വവും പിതൃത്വവും. ഇപ്പൊ നമുക്കറിയാം, ഈ ലൈഫ് രൂപപ്പെടുന്നത് കുടുംബത്തിലാണ്, നമ്മൾ കണ്ടു. യൂണിറ്റീവ് പ്രൊക്രിയേറ്റീവ് ഡയമെൻഷൻ കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനമാണ്, അല്ലെങ്കിൽ മാരേജ് എന്ന കൂദാശയുടെ അടിസ്ഥാന ഘടകമാണെന്ന് നമ്മൾ കണ്ടു. അപ്പോഴാണ് സഭ പ്രബോധിപ്പിക്കുന്നുണ്ട്, ഉത്തരവാദിത്വപൂർണമായ മാതൃത്വവും പിതൃത്വവും നമുക്ക് വേണം എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് എങ്ങനെയാണ്, മക്കൾ ഒന്ന് മതി, മക്കളുടെ നമ്പർ കുറയ്ക്കണം, അധികം മക്കൾ വേണ്ട, അധികം, അങ്ങനെ അതാണ് ഈ ഉത്തരവാദിത്വപൂർണമായ മാതൃത്വം പിതൃത്വം എന്ന്
പലരും തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. എന്നാൽ സഭ പഠിപ്പിക്കുന്ന ഉത്തരവാദിത്വപൂർണമായ മാതൃത്വവും പിതൃത്വവും എന്ന് പറയുന്നത് എന്റെ സാമൂഹിക ചുറ്റുപാടനുസരിച്ച്, എന്റെ സാഹചര്യം അനുസരിച്ച് ആം, ഈ പിള്ളേരോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാൻ എനിക്ക് എത്രമാത്രം സാധിക്കും എന്നതിനെ എനിക്ക് ആശ്രയിച്ച് ഞാൻ എന്റെ തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് ഭാര്യയും ഭർത്താവും കൂടെ ദൈവവുമായിട്ട് ആലോചിച്ച് എടുക്കുന്ന എത്ര മക്കൾ വേണം എന്ന് എടുക്കുന്ന ഒരു തീരുമാനമാണ്. മാക്സിമം എത്ര മക്കൾ വേണം എന്ന് എടുക്കുന്ന ഒരു തീരുമാനത്തെയാണ് ഈ ഉത്തരവാദിത്വപൂർണമായ മാതൃത്വം പിതൃത്വം എന്ന് പറയാം. അല്ലാതെ മക്കളില്ലാതെ ജീവിക്കാൻ വേണ്ടി എടുക്കുന്ന തീരുമാനമല്ല ഉത്തരവാദിത്വപൂർണമായ മാതൃത്വം പിതൃത്വം എന്ന് പറയാം. ഇപ്പൊ ഈ പ്രോ ലൈഫ് മൂവ്മെന്റ് ഒക്കെ ഉള്ളവരൊക്കെ പറയും ഈ ഒരു പഠനം ഒത്തിരിയേറെ ജീവന്റെ മൂല്യത്തെ പ്രഘോഷിക്കുന്നതിൽ നിന്ന് പലരെയും പുറകോട്ട് മാറ്റി എന്നൊക്കെ അവർ പറയാറുണ്ട്. അത് തന്നെ തെറ്റായിട്ട് പഠിപ്പിച്ചതുകൊണ്ടാണ്. അപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, വളരെ ബുദ്ധിമുട്ടി കഴിയുന്ന ഒരു കുടുംബത്തില് നാലോ അഞ്ചോ മക്കളുണ്ടെന്ന് കരുതുക. അപ്പൊ ഇനി ഒരു കുഞ്ഞും കൂടെ വന്നു കഴിയുമ്പോൾ അതിനുള്ള വിദ്യാഭ്യാസം, അതിനുള്ള ഫുഡ്, അതിനുള്ള മറ്റു കാര്യങ്ങളൊന്നും അവർക്ക് ആ കുഞ്ഞിന് നാച്ചുറലായിട്ട് ആ കുഞ്ഞിനുള്ള റൈറ്റ് ആണ്. ആ റൈറ്റ് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയല്ല. അപ്പൊ അവർ ഈ ഉള്ള 5 മക്കളെ അവര് ദൈവവിശ്വാസത്തിലും ജ്ഞാനത്തിലും പ്രായത്തിലും ഒക്കെ ഇവർക്ക് വളർത്തണം. അപ്പൊ ഇങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിൽ ഇവര് തമ്പുരാനോട് ചോദിക്കുക എന്താണ് ചെയ്യേണ്ടത്. ദൈവവുമായിട്ട് ആലോചിച്ചാണ് ഇവര് പ്രാർത്ഥിച്ചാണ് തീരുമാനം എടുക്കുന്നത്. അപ്പൊ ഇവർക്ക് പ്രചോദനം കിട്ടുകയാണ്, ഇല്ല ദൈവം തരും, നമുക്ക് മുന്നോട്ട് പോവാം. 6ാമത്തെ ഒരു കുഞ്ഞിന് അവർ ജന്മം കൊടുക്കുവാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, നോ പ്രോബ്ലം. പക്ഷെ അത് ദൈവവുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്ത് പ്രാർത്ഥിച്ച് ഒരുമിച്ച് തീരുമാനം എടുക്കണം എന്ന് സഭ പഠിപ്പിക്കുന്നതിനെയാണ് ഉത്തരവാദിത്വപൂർണമായ മാതൃത്വം പിതൃത്വം എന്ന് പറയുക. അപ്പോ നമുക്ക് എല്ലാ സാധ്യതയും ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെയും കൊണ്ട് നിർത്തുവാണെങ്കിൽ, അല്ല 2 മക്കൾ മതിയെന്ന് തീരുമാനിച്ചാൽ വി ആർ ആക്ടിങ് അഗൻസ്റ്റ് റെസ്പോൺസിബിൾ പാരന്റ്ഹുഡ്. അതാണ് പ്രോബ്ലം. ഇപ്പം എല്ലാ സാധ്യതയുണ്ട്, നല്ല ജോലിയുണ്ട്, എല്ലാ സാധ്യതയുണ്ട്, 4 മക്കളെ അല്ലെ 5 മക്കളെ 6 മക്കളെ പോറ്റാൻ പറ്റുമെങ്കിൽ, എല്ലാം അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ, വിശ്വാസവും ജ്ഞാനവും എല്ലാം അവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ 6ലോട്ട് പോകണം. ഇതാണ് റെസ്പോൺസിബിൾ പാരന്റ്ഹുഡ് ഉദ്ദേശിക്കുക. അല്ലാതെ നമ്മൾ 1, അര, 2 അതല്ല റെസ്പോൺസിബിൾ പാരന്റ്ഹുഡ്. അപ്പോ ഈ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോ ഈ ഒരു പഠനം വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടായി. അതാണ് നമ്മുടെ ഈ പറയുന്ന 4ഉം 5ഉം അധ്യായങ്ങൾ വിശകലനം ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ കുടുംബജീവിതം നടക്കുന്നു. പക്ഷേ ഈ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹം പങ്കുവെക്കണമല്ലോ. അവരുടെ ദാമ്പത്തികമായിട്ടുള്ള അവരുടെ എന്നാ പറയാ, അവര് പരസ്പരം സ്നേഹം പങ്കുവയ്ക്കണം. പക്ഷെ എല്ലാ ദാമ്പത്യ ബന്ധങ്ങളും മക്കളെ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. റെസ്പോൺസിബിൾ പേരന്റ്ഹുഡ് നടക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് ഈ റെസ്പോൺസിബിൾ പേരന്റ്ഹുഡ് എന്നാ പറയാ പ്രാവർത്തികമാക്കാൻ വേണ്ടി ഗർഭനിരോധന മാർഗങ്ങൾ സ്വീകരിക്കാമോ ഇല്ലയോ എന്നൊരു ഡിസ്കഷനിലോട്ട് വരികയാണ്. നിങ്ങൾക്കറിയാം, സഭ കോൺട്രാസെപ്റ്റീവ്സിനെ സഭ അംഗീകരിക്കുന്നില്ല. അത് പാവമായിട്ട് തന്നെയാണ് പറയുന്നത്. അത് ഏത് രീതിയിലുള്ള കോൺട്രാസെപ്റ്റീവ് ആണെങ്കിലും. കാരണം സഭ എപ്പോഴും നാച്ചുറൽ ലോയിൽ വിശ്വസിക്കുന്നതാണ്, പഠിപ്പിക്കുന്നുണ്ട്. നാച്ചുറൽ ലോ, സ്വാഭാവിക നിയമങ്ങൾ. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് യൂണിറ്റീവ് ആൻഡ് പ്രൊക്രിയേറ്റീവ് ഡയമെൻഷനിലേക്ക് നയിക്കണം. അതാണ് അതിന്റെ നേച്ചർ, അതാണ് അതിന്റെ നാച്ചുറൽ ലോ എന്ന് പറയാ, അതിന്റെ സ്വാഭാവിക നിയമം എന്ന് പറയാ. അപ്പൊ അതിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഈ സ്വാഭാവിക നിയമം ആരാ തന്നിരിക്കുന്നത്? ദൈവം തന്നതാ. അത് ഓരോരുത്തരുടെയും നേച്ചറിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുക. അങ്ങനെയുള്ള ഈ സ്വാഭാവിക നിയമങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ പറയുന്ന ഈ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയാം. ഇവിടെ സ്വാഭാവികമായിട്ട് ഭാര്യാഭർത്താക്കന്മാര് ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുകയും അങ്ങനെ അത് എന്നാ പറയാ ഈ പ്രൊക്രിയേഷനിലേക്ക് നയിക്കുകയും ചെയ്യേണ്ട ആ ഒരു സ്വാഭാവിക പ്രക്രിയയെ നമ്മൾ ബോധപൂർവം ബ്ലോക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം, പല രീതിയിലുള്ള കൃത്രിമ ഗർഭനിരോധന മാർഗങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. അത് ഏതും ആയിക്കൊള്ളട്ടെ, വാസ്റ്റക്ടമി ആയിക്കൊള്ളട്ടെ, ട്യൂബക്ടമി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന കോണ്ടം ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പിൽസ് ആയിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അത് കത്തോലിക്ക സഭയുടെ ധാർമ്മിക പഠനമനുസരിച്ച് ഒരു കാരണവശാലും നമ്മളുടെ ഈ സ്വാഭാവിക ഗർഭനിരോധനത്തെ ഗർഭധാരണത്തെ നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് തെറ്റായ തീരുമാനമായിട്ടാണ് സഭ പഠിപ്പിക്കുക.
അപ്പൊ ഇങ്ങനെ ഈ കാര്യം ഒരിക്കല് ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോ നമ്മളുടെ ഒരു ബ്രദർ ഒരു ഒരു ബ്രദർ ഒരു സംശയം ചോദിച്ചത്, അച്ഛാ അങ്ങനെയാണെങ്കിൽ ഈ ഭാര്യാഭർത്താക്കന്മാര് ജീവിതം മുന്നോട്ട് പോകുന്നു, ഒരു സ്റ്റേജ് എത്തിയപ്പോ അതിൽ ഒരാൾക്ക് HIV പോസിറ്റീവ് ആണെന്ന് കരുതുക. അപ്പൊ ഈ HIV പകരാതിരിക്കാൻ വേണ്ടി ഈ ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുന്നതിന് എന്താ കുഴപ്പം? അവിടെ നമ്മുടെ ഉദ്ദേശം HIV പകരാതിരിക്കാനാണല്ലോ. പക്ഷേ HIV പകരാതിരിക്കാനുള്ള ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. ഈ ഏത് ഗർഭനിരോധന മാർഗത്തിനും 100% സെക്യൂരിറ്റി ഇല്ല എന്നുള്ളത് നമുക്കറിയാം. ഒന്ന്. രണ്ട്, അങ്ങനെയാണെ പോലും നമുക്കൊരിക്കലും സ്വാഭാവികമായിട്ട് എന്താ പറയാ, ഈ ദൈവം തന്നിരിക്കുന്ന ഈ ഒരു പ്രക്രിയയെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റുകയില്ല. ഈ പറയുന്ന ലൈംഗിക ബന്ധം വേണ്ടെന്ന് വെക്കുകയാണ് അതിൽ ഭരണീയമായിട്ട് ഉള്ളത്. അപ്പോൾ ഉള്ള ചോദ്യം, ഈ റെസ്പോൺസിബിൾ പേരന്റ്ഹുഡ് അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താണ് മാർഗമുള്ളത്? കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന മാർഗമാണ് സ്വാഭാവിക കുടുംബ സംവിധാന മാർഗങ്ങൾ, നാച്ചുറൽ ഫാമിലി പ്ലാനിങ്. നിങ്ങൾക്കറിയാം എന്താണ് നാച്ചുറൽ ഫാമിലി പ്ലാനിങ്? അപ്പൊ നമുക്കറിയാലോ, ഒരു നമ്മുടെ പ്രത്യേകിച്ച് ഫീമെയിൽ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഫെർട്ടൈൽ പീരീഡ് ഉണ്ട്, ഇൻഫെർട്ടൈൽ പീരീഡ് ഉണ്ട്. ഗർഭധാരണം നടക്കാൻ സാധ്യതയുള്ള സമയമുണ്ട്, നടക്കാത്ത സമയമുണ്ട്. അപ്പൊ അങ്ങനെ നടക്കാത്ത സമയങ്ങളിലുള്ള ലൈംഗിക ബന്ധങ്ങൾ ഒരിക്കലും ഒരു പ്രൊക്രിയേഷനോട് നയിക്കുകയില്ല. അത് നമ്മുടെ കുഴപ്പമല്ല, അത് സ്വാഭാവികമായിട്ട് ദൈവം തന്നിരിക്കുന്ന ഒരു സാധ്യതയാണ്. അതിനെ പ്രയോജനപ്പെടുത്തൂ എന്നാണ് സഭ ഈ കാര്യത്തിൽ പറയുക. അപ്പൊ ഇതാണ് ഇതിനെക്കുറിച്ച് സഭ ഇതിനെ ഒരു ഓപ്ഷനായിട്ട് സഭ കൊടുക്കുക. ഇത് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് വരുമ്പോ നിങ്ങൾ മനസ്സിലോട്ട് കൊണ്ടുവരേണ്ട വേറൊരു കാര്യമാണ്. അതാണ് നമ്മളുടെ 6ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ കാണുക. ഈ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് വലിയൊരു പ്രോബ്ലം ആണ്. ഇൻഫെർട്ടിലിറ്റി ഇപ്പോ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് ഒത്തിരിയേറെ പേര് മക്കള് ഇല്ലാതെ കുടുംബജീവിതം ആരംഭിച്ചു, പക്ഷെ കുഴപ്പമൊന്നുമില്ല, മക്കളുണ്ടാവുന്നില്ല. കുറെ കേസുകൾ നമുക്കറിയാം. ഞാൻ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഇടവകയിൽ എതർശ്ശേരി തന്നെ, ഞാൻ ആ ഇടവകയിൽ ആകെപ്പാടെ ഞാൻ രണ്ടിടവക കൊച്ചച്ഛനായിട്ടും ഒരിടവകയിൽ വികാരിയായിട്ടും 3.5 വർഷം. അങ്ങനെ അതാണ് എൻ്റെ പേഴ്സണൽ ലൈഫ്. അപ്പൊ അവിടെ ഞാൻ കണ്ട ഒരു കുടുംബം, അവർക്ക് വർഷങ്ങളായിട്ട് 10-17 വർഷമായിട്ട് അവർക്ക് മക്കളില്ലായിരുന്നു. പക്ഷേ 18ാമത്തെ കുടുംബം, അതായത് വിവാഹത്തിന് ശേഷം 18ാമത്തെ വർഷമാണ് ഭാര്യ ഗർഭം ധരിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നമ്മളുടെ ഈ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ അത് ഓക്കെ, ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള മെഡിസിൻ എടുക്കുന്നതിനൊന്നും സഭയ്ക്ക് കുഴപ്പമില്ല. ഇപ്പോ സ്പേമിന് കൗണ്ട് കുറവാണ്, ഓഫ് കോഴ്സ് യു ക്യാൻ ഹാവ് ദ മെഡിക്കേഷൻ. അല്ലെങ്കിൽ യൂട്രസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, നമുക്ക് അതിനെല്ലാം മെഡിക്കേഷൻസ് ഒന്നും സഭ എതിരല്ല. പക്ഷെ ഈ ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലം മാറ്റാൻ വേണ്ടി സയൻസ് മുന്നോട്ട് വെക്കുന്ന 3 മാർഗങ്ങളുണ്ട്. അതിനോട് കത്തോലിക്ക സഭയ്ക്ക് വിരുദ്ധാഭിപ്രായമുണ്ട്. ഇപ്പൊ ലൈഫ് റിലേറ്റഡ് ആണ് ഈ വിഷയം, ലൈഫ് രൂപപ്പെടുന്ന വിഷയമാണ്. അപ്പോൾ ലൈഫ് രൂപപ്പെടേണ്ടത് സ്വാഭാവിക ലൈംഗിക ബന്ധത്തിലൂടെ ആയിരിക്കണം എന്നാണ് സഭ പഠിപ്പിക്കുക. ഫെർട്ടിലിറ്റി പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട മെഡിസിൻ ഒക്കെ എടുക്കുക, എന്നിട്ട് ദൈവത്തിന്റെ സമയത്തിനായിട്ട് കാത്തിരിക്കാനാണ് സഭ പഠിപ്പിക്കുന്നത്. പക്ഷെ സയൻസ് പറയും 3 മെത്തേഡ് ഉണ്ട്, ആ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക ഇൻഫെർട്ടിലിറ്റി മാറ്റാനായിട്ട്. അത് ഒന്നാമത്തെ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷൻ ആണ്. രണ്ടാമത്തേത് IVF, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. മൂന്നാമത്തേത് റീപ്രൊഡക്റ്റീവ് ക്ലോണിംഗ് ആണ്. ഇതിന് 3നോടും കത്തോലിക്ക സഭയ്ക്ക് വിരുദ്ധാഭിപ്രായമാണ് ഉള്ളത്. ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള സെക്ഷൽ ഇന്റർകോഴ്സിലൂടെ മക്കൾ ഉണ്ടാകാത്തൊരു സാഹചര്യം വരുമ്പോൾ എന്നാ പറയാ, ഈ ഒരു ഡോക്ടർ തേർഡ് പാർട്ടി അസിസ്റ്റൻസ് ആണ്. സ്പേം കളക്ട് ചെയ്തിട്ട് ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്ന ഒരു തേർഡ് പാർട്ടി അസിസ്റ്റൻസ്, അത് ഡോക്ടറാകാം, ഏതെങ്കിലും രീതിയിലാകും. പക്ഷെ അവിടെ നാച്ചുറൽ ആയിട്ടുള്ള ഇന്റർകോഴ്സ് ഇല്ല. ഇത് ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷൻ. പക്ഷെ ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷന് 2 രീതിയിലാണ്. ഒന്നെങ്കിൽ ഹസ്ബൻഡിൽ നിന്ന് തന്നെ സ്പേം എടുത്തിട്ട് ഭാര്യയുടെ ശരീരത്തിൽ നിക്ഷേപിക്കുന്നതാകാം, അതല്ലെങ്കിൽ ഒരു ഡോണർ ഉണ്ടാവും.
സ്പേം ഡൊണേറ്റ് ചെയ്യുന്നവർ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന പോലെ സ്പേം ഡൊണേറ്റ് ചെയ്യുന്നവരുണ്ടാവും. അവരുടെ നിന്ന് സ്വീകരിച്ചിട്ട് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാലും ഒരു പോസിബിലിറ്റി ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷൻ ഫ്രം ഹസ്ബൻഡ് ഓർ ഫ്രം എ ഡോണർ ഏതാണെങ്കിലും കത്തോലിക്ക സഭ അംഗീകരിച്ചിട്ടില്ല. കാരണം മാരേജ് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കവനന്റ് ആണ്, കോൺട്രാക്ട് അല്ല, കവനന്റ് ആണ്. രണ്ടും വ്യത്യാസമാണ്, നമുക്കറിയാമല്ലോ. കവനന്റ് ആണ്. അപ്പൊ അവിടെ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് നോ. ആ കവനന്റിൽ അവർ വരുന്ന എന്താ പറയാ യൂണിറ്റീവ് ആൻഡ് പ്രൊക്രിയേറ്റീവ് ആസ്പെക്ട്സ്, അത് അവിടെയാണ് നടക്കേണ്ടത്. തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് പറ്റൂല. ഒന്ന്. രണ്ട്, നാച്ചുറൽ ലോയ്ക്ക്, സ്വാഭാവിക നിയമത്തിന് വിരുദ്ധമാണിത്. അപ്പൊ അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് കത്തോലിക്ക സഭ ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷനെ അംഗീകരിക്കുന്നില്ല. പക്ഷെ ഇത് പറയുമ്പോഴും ചില ദൈവശാസ്ത്രജ്ഞന്മാര്, അതുപോലെ തന്നെ ചില ലേഖനങ്ങളിലൊക്കെ നിങ്ങൾ കാണും, ഈ ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷൻ ഫ്രം ഹസ്ബൻഡ് ക്യാൻ ബി അപ്രൂവ്ഡ് എന്നൊക്കെ പറഞ്ഞുള്ള ചില സ്റ്റേറ്റ്മെന്റുകൾ കാണും. പക്ഷെ സഭ ഔദ്യോഗികമായിട്ട് അത് അംഗീകരിച്ചിട്ടില്ല. അത് തെറ്റാണ് എന്ന് തന്നെയാണ് പറയുക. രണ്ടാമത്താണ് IVF. ഇപ്പോൾ ഈ ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലം കൂടി വരുന്നതുകൊണ്ട് IVF ക്ലിനിക്കുകൾ ഒത്തിരി ഉണ്ട്, നമുക്കറിയാം. അപ്പൊ അവിടെ സാധാരണ ചെയ്യുന്ന എന്താണെന്ന് നമുക്കറിയാം. ഒരു കുടുംബം അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാര് മക്കളില്ല എന്ന് പറഞ്ഞു വരുമ്പോൾ ഒക്കെ അവര് പ്രോബ്ലം ആദ്യം പഠിക്കും. എന്നിട്ട് ആർട്ടിഫിഷ്യൽ ഹോർമോൺ വഴിയായിട്ട് എഗ് നമ്മുടെ സ്ത്രീയുടെ ശരീരത്ത് ഒന്നിൽ കൂടുതൽ എഗ് ഒരു മാസം അവർ മച്ചുറാക്കി എടുക്കും. അതുപോലെ തന്നെ സ്പേം ഭർത്താവിന്റെ ശരീരത്തിൽ നിന്ന് കളക്ട് ചെയ്യും. എന്നിട്ട് അതിനെ ടെസ്റ്റ് ട്യൂബിൽ വെച്ചിട്ടാണ് അതിനെ ഫെർട്ടിലൈസേഷൻ നടത്തുക. എന്നിട്ട് അവർ ടെസ്റ്റ് ട്യൂബിൽ അതിനെ വിശകലനം ചെയ്യും, എങ്ങനെയാണ് ഇത് വളരുന്നത്. ഏറ്റവും ആക്റ്റീവായിട്ട് വളരുന്ന ഫെർട്ടിലൈസ്ഡ് ഓവത്തെ അവര് ഭാര്യയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കും. ബാക്കി വരുന്ന ഒരു എഗ് അല്ല മച്ചുർ ആകുന്നത്, ഹോർമോൺ വഴിയായിട്ട് ഒന്നിൽ കൂടുതൽ എഗ് അവർ മച്ചുറാക്കും. ബാക്കി വരുന്ന എഗ്ഗും അവർ ഫെർട്ടിലൈസ് ചെയ്തിട്ട് ഫ്രീസ് ചെയ്ത് അവർ സൂക്ഷിക്കും. ഇതാണ് IVF നടക്കുക. അപ്പോൾ ഒരു എഗ്ഗ് മാത്രമായിരിക്കും ഭാര്യ കൊടുക്കുക. ഫെർട്ടിലൈസ് ചെയ്ത ഒരു എഗ്ഗ് ആയിരിക്കും കൊടുക്കുക. ബാക്കി എല്ലാം ഫ്രീസ് ചെയ്ത് വെക്കും. പിന്നീട് ആവശ്യം വന്നാൽ എടുക്കുക എന്നുള്ളൊരു മെത്തഡോളജിയിലാണ് അവരങ്ങനെ ചെയ്യുക. കത്തോലിക്ക സഭ ഇതിനെ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സഭയ്ക്ക് ഇതിനോട് വിരുദ്ധാഭിപ്രായമാണ് ഉള്ളത്. സഭ ഇതിനെ അംഗീകരിച്ചിട്ടില്ല. ഇത് തെറ്റാണെന്ന് തന്നെയാണ് സഭ പഠിപ്പിക്കുക. കാരണം ഇവിടെ യൂണിറ്റീവ് ആൻഡ് പ്രൊക്രിയേറ്റീവ് ഡയമെൻഷൻ ഇവിടെ ഫുൾഫിൽ ചെയ്യുന്നില്ല. പിന്നെ മനുഷ്യനെ ഒരു കമ്മോഡിറ്റി ആക്കി എന്താ പറയാ സൃഷ്ടിക്കുന്നു. പിന്നെ ദൈവമാണ് സൃഷ്ടി നടത്തേണ്ടത്, മനുഷ്യനല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കുറെ കാരണങ്ങൾ ഉള്ളതുകൊണ്ട്, ജീവന്റെ ഉറവിടം ദൈവമായതുകൊണ്ടും ദൈവമാണ് സൃഷ്ടിക്കേണ്ടത്, അത് നാച്ചുറലായിട്ട് വരണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് സഭ ഇതിനെ അംഗീകരിച്ചിട്ടില്ല. മൂന്നാമത്തെ മെത്തഡോളജി എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ക്ലോണിങ് ആണ്. റീപ്രൊഡക്റ്റീവ് ക്ലോണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ക്ലോൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എന്നെ പോലെ ഒരാളെ സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ ആകെപ്പാടെ വേണ്ടത് ഒരു എഗ്ഗാണ്. സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് കിട്ടുന്ന ഒരു എഗ്ഗ്. ആ എഗ്ഗ് കിട്ടിയാൽ ആ എഗ്ഗിന്റെ ന്യൂക്ലിയസ് മാറ്റിയിട്ട് എന്റെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു കോശം എടുത്തിട്ട് ആ ന്യൂക്ലിയസിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ന്യൂക്ലിയസ് അവിടെ സംയോജിച്ചിട്ട് ആ എഗ്ഗ് ഓട്ടോമാറ്റിക്കായിട്ട് വളരാൻ തുടങ്ങും. അപ്പോ ആരുടെ ശരീരത്തിൽ നിന്നാണോ ഈ ജീൻ എടുക്കുന്നത്, അതേ DNA എടുക്കുന്നത്, അതേപോലെ ഒരു വ്യക്തിയെ നമുക്ക് ക്ലോൺ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പൊ അതൊരു പരിഹാര മാർഗമായിട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പല ഗവേഷണവും നടക്കുന്നുണ്ട്. പല രാജ്യങ്ങളും അത് അംഗീകരിച്ചിട്ടില്ല. പിന്നെ ചില രാജ്യങ്ങളൊക്കെ പരീക്ഷണാർത്ഥം അത് അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഗവേഷണം നടക്കുന്നുണ്ട്. ക്ലോൺ ചെയ്ത് ഞാൻ ചില ലേഖനങ്ങളിൽ വായിച്ചിട്ടുണ്ട്. ക്ലോൺ ചെയ്ത് മനുഷ്യ ബേബിയെ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ അധികം കാലം ജീവിച്ചില്ല, മരിച്ചുപോയി. അങ്ങനെയൊക്കെയുള്ള പിന്നെ ന്യൂസുകൾ പിന്നെ വിവരണങ്ങൾ പല ആർട്ടിക്കിളിലും കണ്ടിട്ടുണ്ട്. ഡോളി എന്ന ഷീപ്പ് നിങ്ങൾക്കറിയാം, ആടാണ് ആദ്യം ക്ലോൺ ചെയ്തെടുത്ത് വിജയിച്ചത്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള 3 മെത്തഡോളജി ഈ ഇൻഫെർട്ടിലിറ്റി, അതായത് വന്ധ്യത എന്ന അല്ലെങ്കിൽ മക്കളില്ലാത്ത അവസ്ഥയെ പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ ശാസ്ത്രലോകം മുന്നോട്ട് വെക്കുന്നുണ്ട്. സഭ ഇതിനെ നിരാകരിക്കുന്നുണ്ട്. ഇനി സപ്പോസ് ആരെങ്കിലും അങ്ങനെ ചെയ്ത് മക്കളുണ്ടായെന്ന് കരുതുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വൺസ് അങ്ങനെ ചെയ്തു മക്കളുണ്ടായെങ്കിൽ അത് ദൈവത്തിന്റെ ദാനം തന്നെയാണ്, അത് ലൈഫ് തന്നെയാണ്. ആ മക്കള്
മറ്റു മക്കളും ഒരേപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ആ മക്കളെയും സംരക്ഷിക്കണം, ആ മക്കളെയും പ്രൊട്ടക്ട് ചെയ്യണം, ആ മക്കളെയും സ്നേഹിക്കണം. ആ മക്കളുടെ ലൈഫും മറ്റു മക്കളുടെ ലൈഫും ഒരുപോലെ തന്നെയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് പറയുന്നതോടൊപ്പം തന്നെ, കാരണം ഇന്നത്തെ കാലഘട്ടത്തില് ഈ ഒത്തിരിയേറെ പേര് വിദേശ രാജ്യങ്ങളിലും അതുപോലെ തന്നെ ഇന്ത്യയിലും ഒക്കെ ഇങ്ങനെയുള്ള ക്ലിനിക്കുകളിൽ അഭയം തേടാറുണ്ട്. മറ്റു ഓപ്ഷൻസ് ഇല്ല. നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങൾ വലിയ സമ്മർദ്ദങ്ങൾ പലപ്പോഴും ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ പല പെങ്ങന്മാരും അമ്മമാരും ഒക്കെ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് പല സന്ദർഭങ്ങളിലും അവര് അറിഞ്ഞോ അറിവില്ലായ്മ കൊണ്ടോ ഒക്കെ ആയിട്ട് ഇങ്ങനെയുള്ള ഇതില് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം പലരും ചെയ്യുന്നുമുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അത് ലൈഫ് തന്നെയാണ്. അത് ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ്. അത് സംരക്ഷിക്കപ്പെടണം, പ്രൊട്ടക്ട് ചെയ്യപ്പെടണം. ഒരിക്കലും ഡിസ്ക്രിമിനേഷൻ പാടില്ല. ദൈവത്തിന്റെ ദാനം തന്നെയായിട്ട് കാണുകയും വളർത്തുകയും ചെയ്യണം. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ കൂടെ തന്നെ അത് മനസ്സിൽ സൂക്ഷിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്റർ ഉണ്ട്, ചാപ്റ്റർ 9. അതിൻ്റെ അകത്താണ് ഈ അബോർഷനെ കുറിച്ച് പറയുക. അബോർഷനെ കുറിച്ച് ഈ അബോർഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, അബോർഷൻ എന്ന് പറയുന്ന ഒരു ജീവനെ നശിപ്പിക്കലാണ് അബോർഷൻ. അപ്പോ കത്തോലിക്ക സഭയുടെ പഠനം അനുസരിച്ച്, ബൈബിൾ പറയുന്ന അനുസരിച്ച്, ഡയറക്റ്റ് അബോർഷൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ നശിപ്പിക്കുക എന്നത് ലക്ഷ്യമായിട്ടോ മാർഗമായിട്ടോ കണ്ടുകൊണ്ട് ഈ പിന്നെ ഈ ഫെർട്ടിലൈസ്ഡ് ഓവത്തെ നശിപ്പിക്കുകയാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് അബോർഷൻ എന്ന് പറയാം. അത് കൊലപാതകമായിട്ടാണ് സഭ കാണുക, അതായത് ജീവനെ നശിപ്പിക്കലായിട്ടാണ് കാണുക. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, സഭയുടെ പഠനം അനുസരിച്ച് എപ്പോഴാണ് ലൈഫ് ആരംഭിക്കുന്നത്, എപ്പോഴാണ് ജീവൻ ആരംഭിക്കുന്നത്? സഭ പഠിപ്പിക്കുന്നത് അറ്റ് ദ ടൈം ഓഫ് ദ കൺസെപ്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് ബീജം വരുന്നു, ഒരു സൈഡിൽ നിന്ന് എഗ്ഗ് വരുന്നു, അത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നു. ആ ഫെർട്ടിലൈസേഷൻ, പെനിട്രേഷൻ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ആ മൊമെന്റിൽ തന്നെ ലൈഫ് ആരംഭിക്കുകയാണ്, ജീവൻ ആരംഭിക്കുക. അതുകൊണ്ട് ഒരു കാരണവശാലും ഇപ്പൊ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ അത് അര സെക്കൻഡ് അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും ആ ഓവത്തെ, ആ ഫെർട്ടിലൈസ്ഡ് ഓവത്തെ നശിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് ജീവനെ നശിപ്പിക്കലായിട്ടാണ് സഭ കാണുന്നത്. കാരണം ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ദ കാത്തലിക് ചർച്ച്, ലൈഫ് ബിഗിൻസ് അറ്റ് ദ ടൈം ഓഫ് ദ കൺസെപ്ഷൻ. അറ്റ് ദ ടൈം ഓഫ് ദ കൺസെപ്ഷൻ പല അഭിപ്രായങ്ങളുണ്ട്. ചിലര് പറയും ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്, ചിലര് പറയും എന്ന് പറഞ്ഞാൽ ചില സ്കൂളുകൾ പറയും ന്യൂറോളജിക്കൽ ഡെവലപ്മെന്റ് വന്നതിന് ശേഷമാണ്, ബ്രെയിൻ ഡെവലപ്മെന്റ് വന്നതിന് ശേഷമേ ഉള്ളൂ എന്ന് പറയുന്നവരുണ്ട്. പിന്നെ അമ്മയുടെ ഉദരത്തിലിരുന്ന് കൊച്ച് ഈ സമൂഹമായിട്ട് കുറച്ച് ഇടപെട്ടതിന് ശേഷം മാത്രമേ ലൈഫ് ആരംഭിക്കുകയുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ സഭ അതൊന്നും അംഗീകരിക്കുന്നില്ല. സഭ പറയുന്നത് അറ്റ് ദ ടൈം ഓഫ് ദ കൺസെപ്ഷൻ ആണ്. ഇത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഫ്രം അറ്റ് വാട്ട് മൊമെന്റ് ലൈഫ് ബിഗിൻസ്, അറ്റ് ദ ടൈം ഓഫ് ദ കൺസെപ്ഷൻ ലൈഫ് ബിഗിൻസ്. സോ അറ്റ് ദ ടൈം ഓഫ് ദ കൺസെപ്ഷൻ ലൈഫ് ബിഗിൻസ് ആണ് എങ്കിൽ നമുക്ക് അബോർഷൻ ചെയ്യാൻ പറ്റുമോ? അത് മാർഗമായിട്ടോ ലക്ഷ്യമായിട്ടോ ഒരു ഫെർട്ടിലൈസ്ഡ് ഓവത്തെ നശിപ്പിക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. സഭ പറയും ഒരു മാർഗമായിട്ടും ഒരു ലക്ഷ്യമായിട്ടും ഫെർട്ടിലൈസ്ഡ് ഓവത്തെ ഒരു കാരണവശാലും നശിപ്പിക്കാൻ പറ്റുകയില്ല. അങ്ങനെ നശിപ്പിക്കുന്നതിനാണ് ഡയറക്റ്റ് അബോർഷൻ എന്ന് പറയുക. അത് ഒരു മാരകപാപമായിട്ടാണ് സഭ കാണുക. ഇനി നമുക്കറിയാം ഇൻഡയറക്റ്റ് അബോർഷൻ ഉണ്ട്. ഒരു ഉദാഹരണം പറയാം. ചില അബോർഷൻസിനെ നമുക്ക് ന്യായീകരിക്കാം, അതിനെ അബോർഷനായിട്ട് കാണുകയില്ല. അങ്ങനെ അബോർഷനായിട്ട് കണക്കാക്കാത്ത എന്താ പറയാ, മിസ്കാരേജ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മിസ്കാരേജ് അല്ല, പക്ഷെ അബോർഷനായിട്ട് കണക്കാക്കാൻ പറ്റാത്ത ചില എന്താ പറയാ അബോർഷൻസ് ഉണ്ട്. അതിനെയാണ് ഇൻഡയറക്റ്റ് അബോർഷൻ എന്ന് പറയാം. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ആദ്യം പറഞ്ഞ ആ പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ ഇഫക്റ്റ് അത് മനസ്സിൽ വെക്കുക. അമ്മ ഒരു സ്ത്രീ പ്രഗ്നന്റ് ആവുന്നു. 3 മാസം കഴിഞ്ഞപ്പോഴാണ് യൂട്രസിൽ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുകയാണ്. അപ്പൊ ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുന്നു, പ്രഗ്നന്റ് ആണ്, യൂട്രസിൽ ക്യാൻസർ ആണ്, എന്ത് ചെയ്യും? ഇവിടെയുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ മെഡിക്കേഷൻ ആരംഭിക്കണം.
അപ്പം ഈ അമ്മ ഡോക്ടർക്ക് എഴുതി കൊടുക്കുന്നത് മെഡിക്കേഷനുള്ള കൺസെന്റ് ആണ്, അബോർഷൻ ചെയ്യാനല്ല, മെഡിക്കേഷനുള്ള കൺസെന്റ് ആണ്. ഈ പറയുന്ന ക്യാൻസറിനെ സുഖപ്പെടുത്തിയില്ല എങ്കിൽ അമ്മയും മരിക്കും, കുഞ്ഞും മരിക്കും. അപ്പൊ അങ്ങനത്തെ കോണ്ടസ്റ്റില് അമ്മയുടെയും കുഞ്ഞിന്റെയും ലൈഫ് ഡേഞ്ചർ ആയതുകൊണ്ട് അമ്മയും കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി, സാധിക്കുമെങ്കിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി, മെഡിക്കൽ ട്രീറ്റ്മെന്റിനായിട്ട് കൺസെന്റ് ആ അമ്മ എഴുതി ഒപ്പിട്ട് കൊടുക്കുക. അപ്പം ഡോക്ടർമാര് ഈ യൂട്രസില് ക്യാൻസർ ആണ്, അവിടെ അതിന്റെ മെഡിക്കേഷൻ തുടങ്ങുന്നു, കീമോയോ മറ്റു കാര്യങ്ങൾ തുടങ്ങുന്നു, അല്ലെങ്കിൽ സർജറി എന്താണ് ആയിക്കോട്ടെ, അവർ മെഡിക്കൽ പ്രൊഫഷൻസ് ചെയ്യുന്നു. അപ്പൊ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കുഞ്ഞിനെ കൊന്നിട്ട് അമ്മയെ രക്ഷിക്കുക എന്നുള്ളതല്ല. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പറ്റുമെങ്കിൽ രണ്ടുപേരെ രക്ഷിച്ചെടുക്കുക. പക്ഷെ ആ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അബോർഷൻ സംഭവിക്കുന്നു. അതിനെയാണ് ഇൻഡയറക്റ്റ് അബോർഷൻ എന്ന് പറയുക. ഇവിടെ അബോർഷൻ നമ്മുടെ ലക്ഷ്യമല്ല, അബോർഷൻ നമ്മുടെ മാർഗമല്ല. ഇവിടെ അബോർഷൻ അൺഇന്റന്റഡ് ആയിട്ട്, ഞാൻ ഉദ്ദേശിക്കാതെ, അതായത് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഞാൻ ഉദ്ദേശിക്കാതെ അൺഇന്റന്റഡ് ആയിട്ട് അബോർഷൻ സംഭവിക്കുകയാണ്. ഇങ്ങനെ വരുന്ന അബോർഷൻസിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് അബോർഷൻ എന്ന് പറയുക. അതിനെ കത്തോലിക്കാ സഭ പറയുന്നത് അത് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് തിന്മയായിട്ട് വരുന്നില്ല. അത് ന്യായീകരിക്കാവുന്ന അബോർഷനാണ്. കാരണം അവിടെ നമ്മൾ അബോർഷൻ ഒരു മാർഗവുമല്ല, അബോർഷൻ ഒരു ലക്ഷ്യവുമല്ല. ചുരുക്കി പറഞ്ഞാല് ഈ അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ അപകടത്തിലാണെന്ന് കരുതി കുഞ്ഞിനെ കൊന്നിട്ട് അമ്മേനെ രക്ഷിക്കാൻ പറ്റിയല്ല, അല്ലെങ്കിൽ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളഞ്ഞിട്ട് അമ്മേനെ രക്ഷിക്കാൻ പറ്റിയല്ല. കാരണം സഭയെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ അനുസരിച്ച് എല്ലാ ജീവനും തുല്യമാണ്, എല്ലാ മനുഷ്യജീവനും തുല്യമാണ്. ഞാനിവിടെ പിള്ളേരോട് പറയുമ്പോൾ പറയാറുണ്ട്, ഒരു ഉദാഹരണം പറയാം. പിള്ളേരോട് പറയുന്ന ഉദാഹരണമാണ്, നമ്മളിപ്പോ കടലിൽ ഒരു 100 പേര് ഒരു വള്ളത്തിൽ യാത്ര ചെയ്യുക. ഒരു 10-20 കിലോമീറ്റർ കടലിലങ്ങ് പോയി കഴിയുമ്പോഴാണ് കപ്പിത്താൻ പറയുന്നു, അല്ല സോറി, നമ്മുടെ വള്ളത്തിന്റെ ക്യാപ്റ്റൻ പറയുന്നു, വെയിറ്റ് കൂടുതലാണ്, അതുകൊണ്ട് ഒരു 50 കിലോ കുറയ്ക്കണം, ഇല്ലെങ്കിൽ നമ്മൾ എല്ലാവരും മുങ്ങിച്ചാകാൻ പോവാ. ഉടനെ എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരുത്തനെ പിടിച്ച് കടലിലേക്ക് ഇട്ട് കൊല്ലാൻ പറ്റിയല്ല, ഈ ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി. അതേ സമയത്ത് സെൽഫ് സാക്രിഫൈസ് ചെയ്യാം, എനിക്ക് തന്നെ എന്റെ ജീവനെ മറ്റുള്ളവർക്ക് വേണ്ടി ഹോമിക്കാൻ പറ്റും. ദാറ്റ്സ് നോ പ്രോബ്ലം. അതിനെ നമ്മൾ പറയുന്നത് ക്രൈസ്റ്റ് ലൈക്ക് ആക്ട് ആണ്. ക്രിസ്തു ചെയ്ത് കാണിച്ചെന്ന് അതേ പ്രവൃത്തി ചെയ്യുക, അത് കുഴപ്പമില്ല. അതേ സമയത്ത് നിർബന്ധിച്ച് എല്ലാവരോടും കൂടി ഒരുത്തനെ പിടിച്ച് വെള്ളത്തിലോട്ടിട്ട് ബാക്കിയുള്ളവർ രക്ഷപ്പെടുക, അത് പറ്റിയല്ല. കാരണം 50 പേരുണ്ടെങ്കിൽ 50 പേരുടെ ജീവനും തുല്യമാണ്. ഇതാണ് സഭ പഠിപ്പിക്കുക. അതുകൊണ്ട് ഒരാളെ നശിപ്പിച്ചിട്ട്, ഒരു ജീവനെ നശിപ്പിച്ചിട്ട് ബാക്കി ജീവനെ സംരക്ഷിക്കാൻ പറ്റിയല്ല, അത് ശരിയല്ല. എല്ലാ ജീവനും തുല്യമാണ്. എല്ലാവരും ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാ. അതുകൊണ്ട് ഈ ഇതേക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ 2-3 കാര്യങ്ങൾ മനസ്സിൽ ഓർത്തു വെക്കണം. ഒന്ന്, ഈ മിസ്കാരേജ് അതിനാൽ തന്നെ പാപമൊന്നുമല്ല, അത് സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. സഭ അങ്ങനെയാണ് അതിനെ കാണുക. ഡയറക്റ്റ് അബോർഷൻ തിന്മയാണ്, കൊലപാതകമാണ്. ഇൻഡയറക്റ്റ് അബോർഷൻ ന്യായീകരിക്കാവുന്ന അബോർഷനാണ്, അത് പാപമല്ല, നമ്മളവിടെ ഇന്റന്റ് ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന തത്വം എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ ഇഫക്റ്റ് ആണ്. നിങ്ങൾക്കറിയാം, ഒരു പ്രവൃത്തി പാപമാകണമെങ്കിൽ നമുക്ക് 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, ആ പ്രവൃത്തി സീരിയസ് ആയിരിക്കണം. 2, നമുക്ക് ഇന്റൻഷൻ വേണം, ലക്ഷ്യം ആ പ്രവൃത്തി തന്നെ ആയിരിക്കണം. പിന്നെ നമ്മുടെ സാഹചര്യം. ഇത് 3ഉം കൂടെ വിശകലനം ചെയ്തിട്ടാണ് ഒരു പ്രവൃത്തി ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ തീരുമാനമെടുക്കുക. അപ്പോ ഇനി ഇതേപോലെ തന്നെ ഈ ലൈഫിനെതിരെയുള്ള ഇപ്പൊ സൂയിസൈഡ്, ഇപ്പൊ നമുക്കറിയാലോ സൂയിസൈഡ് ടെൻഡൻസി. ഞാൻ ഇടവയിലുണ്ടായിരുന്ന സമയത്ത് അങ്ങനെയുള്ള ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ട്, അവരോട് ഡീൽ ചെയ്തിട്ടുണ്ട്, ചിലരെയൊക്കെ രക്ഷിച്ചിട്ടുമുണ്ട്. പല കോണ്ടക്സ്റ്റ് കൊണ്ടും ഉണ്ടാകാം സൂയിസൈഡ്, ആ ടെൻഡൻസി. സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടാകാം, പെട്ടെന്ന് ഒരു നിമിഷം തോന്നുന്നു അങ്ങനെ ഉണ്ടാകാം, പിന്നെ ഡിസപ്പോയിന്റ്മെന്റ്, അങ്ങനെ പല കാരണങ്ങൾ. സൂയിസൈഡ് ചെയ്യുന്ന ആള് പിന്നെ ലൈഫിനെതിരെ പ്രവർത്തിക്കുകയാണ്. പിന്നെ സൂയിസൈഡ് ഒരാൾ ചെയ്താൽ അദ്ദേഹം സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ, അത് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അത് നമ്മൾ അത്ര സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമല്ല. അതൊക്കെ തമ്പുരാന്റെ ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധമാണല്ലോ. അപ്പൊ ആ സൂയിസൈഡ് ചെയ്യുന്ന ആ മൊമെന്റിൽ ആ വ്യക്തി എന്താണ് തമ്പുരാനോട് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കറിയത്തില്ല. അപ്പൊ നമ്മൾ അത് ജഡ്ജ് ചെയ്യാൻ പോകണ്ട. പക്ഷെ സൂയിസൈഡ് എന്ന് പറയുന്നത് അത്
ജീവനെതിരെയുള്ള പ്രവൃത്തിയാണ്. എഴുത്തനേസ്യ നിങ്ങൾക്കറിയാം, എഴുത്തനേസ്യ, ദയാവധം. ദയാവധം ജീവനെതിരെയുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ഇവാഞ്ചലിയും വീത്തേല് മാർപ്പാപ്പ പറയുന്നുണ്ട്, ദയാവധം പലരും ആഗ്രഹിക്കുന്നു, അതിന് കാരണം സഫറിങ്ങിനെ കുറിച്ചുള്ള തെറ്റായ കാഴ്ചപ്പാടാണ്. സഫറിങ്ങിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, വളരെ നെഗറ്റീവാണ്. സഫറിങ് ഒഴിവാക്കണം, അല്ലെങ്കിൽ സഹനം അത് വേണ്ട, അത് ഒഴിവാക്കണം. അങ്ങനെ ആൾക്കാരോ സ്വീകരിക്കുന്ന ഒരു മാർഗമാണ്. നമ്മുടെ നാട്ടിൽ അത്ര, ഇപ്പം ഇന്ത്യയിൽ അത്ര അത് അംഗീകൃതമല്ല. പക്ഷെ ലോകരാജ്യങ്ങളിൽ പലയിടത്തും ദയാവധം അംഗീകൃതമാണ്. ആൾക്കാര് അതില്, ഞാൻ പഠിക്കുന്ന സമയത്ത് മിനിസ്റ്റർ ചെയ്യാൻ പോകുമായിരുന്നു യൂറോപ്പില്, നമ്മുടെ ലക്സംബർഗ്, യൂറോപ്പ്. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ഞാനൊരു വ്യക്തിയെ കണ്ടുമുട്ടി, ഈ ദയാവധത്തിന് സൈൻ ചെയ്ത് കൊടുത്തയാളാ. പക്ഷെ അദ്ദേഹം അതിന്റെ കണ്ടീഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോ പുള്ളിയുടെ ഡേറ്റും ഒക്കെ, മരിക്കാനുള്ള ഡേറ്റും ഒക്കെ ഫിക്സ് ചെയ്ത് നടക്കുക. അപ്പോ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, കാരണം അത് ലൈഫിനെതിരെയുള്ള ആക്റ്റാണ്. അപ്പൊ അത് ഇത്രയാണ് നമ്മൾ മനസ്സിൽ വെക്കുക ഈ ലൈഫിന് എതിരെയുള്ള പ്രവൃത്തികളെ പറ്റി. ഇപ്പൊ ഒത്തിരി സംസാരിക്കുകയാണെങ്കിൽ ഈ ഫിസിഷ്യൻ അസിസ്റ്റഡ് സൂയിസൈഡ് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി സൂചിപ്പിച്ച് പറഞ്ഞു. കുറെയൊക്കെ നമ്മുടെ പുസ്തകത്തിൽ റെഫർ ചെയ്തിട്ട് നിങ്ങൾ വായിച്ചാൽ കിട്ടും. എല്ലാം കൂടി 1.5 മണിക്കൂർ കൊണ്ട് പറ്റിയല്ലോ. ദെൻ 10ാമത്തെ അധ്യായം വളരെ പ്രധാനപ്പെട്ട ആരോഗ്യ രംഗത്തെ ഗവേഷണങ്ങൾ. മെഡിക്കൽ എക്സ്പെരിമെന്റേഷൻ ഓൺ ഹ്യൂമൻ ബോഡി. നമ്മുടെ ശരീരത്ത് മെഡിക്കൽ എക്സ്പെരിമെന്റേഷൻ നടത്താൻ പറ്റുമോ ഇല്ലയോ, ഇതാണ് ചോദ്യം. ഒരു കത്തോലിക്ക പിന്നെ ഹോസ്പിറ്റലിന് മെഡിക്കൽ എക്സ്പെരിമെന്റേഷനിൽ പങ്കുചേരാൻ പറ്റുമോ ഇല്ലയോ? ഓക്കെ, മെഡിക്കൽ എക്സ്പെരിമെന്റേഷന് സഭ എതിരൊന്നുമല്ല. അത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എക്സ്പെരിമെന്റേഷൻ ആകാം, പക്ഷെ ചില കണ്ടീഷൻസ് ഉണ്ട്. ഞാൻ എല്ലാം പറയുന്നില്ല. പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് കൺസെന്റ് ആണ്. ഈ വ്യക്തിയുടെ കൺസെന്റ് കിട്ടിയിരിക്കണം. ഇപ്പൊ പല മൃഗങ്ങളിലൊക്കെ പരീക്ഷിച്ച ഒരു മെഡിസിന് ഒരു ഡോക്ടർ ഒരു രോഗിയിൽ പരീക്ഷിക്കുമ്പോൾ, അല്ലെ രോഗി കൊടുക്കുമ്പോൾ, ആ രോഗിയുടെ കൺസെന്റ് പ്രധാനപ്പെട്ടതാണ്. ഒന്ന് കൺസെന്റ്, പിന്നെ അതിന്റെ ഗുണങ്ങള്, ഇപ്പൊ അത് ദോഷം വന്നു കഴിഞ്ഞാൽ അതിനുള്ള നഷ്ടപരിഹാരം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇൻഫോംഡ് കൺസെന്റോടുകൂടി മെഡിക്കൽ എക്സ്പെരിമെന്റേഷന് കുഴപ്പമില്ല. ഇനി മെഡിക്കൽ എക്സ്പെരിമെന്റേഷൻ നടത്തുമ്പോൾ മനുഷ്യനെ വ്യക്തിയായിട്ട് തന്നെ കാണണം, വസ്തുവായിട്ട് കാണാൻ പറ്റില്ല. ഈസ് എ സബ്ജക്ട്, നോട്ട് ആൻ ഒബ്ജക്റ്റ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു വിവാദം ഉണ്ടായിരുന്നല്ലോ. ഏതോ ഹോസ്പിറ്റലിന്റെ പേര് ഞാൻ പറയുന്നില്ല, ഒരു ഹോസ്പിറ്റലില് ഇങ്ങനെ പരീക്ഷണ മരുന്ന് കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് പാടില്ല. കാരണം ഈ നമ്മുടെ മരുന്നെടുക്കുന്ന വ്യക്തിയുടെ കൺസെന്റ് കൃത്യമായിട്ട് കിട്ടിയിരിക്കണം. ദെൻ ഈ ഗവേഷണവുമായിട്ട് ബന്ധപ്പെടുത്തി വരുമ്പോഴാണ് ഓർഗൻ ഡൊണേഷൻ. നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഓർഗൻ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ? ഓർഗൻ 2 രീതിയിൽ ഡൊണേറ്റ് ചെയ്യാം. ഒന്ന്, നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാം, മരിച്ചു കഴിഞ്ഞിട്ട് ചെയ്യാം. മരിച്ചു കഴിഞ്ഞിട്ട് ചെയ്യാനുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാത്തവരുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്ന നല്ല സീരിയസ് ആയിട്ട്. മരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാ അവയവങ്ങളും നമുക്ക് കൊടുക്കാം. കൊടുക്കുന്നതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് ഇപ്പൊ തന്നെ കൺസെന്റ് ഒക്കെ എഴുതി കൊടുക്കാം. അപ്പോ നമ്മുടെ ഹൃദയം കൊടുക്കാം മരിച്ചു കഴിഞ്ഞിട്ട്, കൊടുക്കാം. മറ്റ് അപ്പൊ അതിന്റെ ബേസിസ് എന്ന് പറയുന്നത് ബ്രെയിൻ ഡെത്ത് ആണ്. ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആന്തരിക അവയവങ്ങളും നമുക്ക് ദാനം ചെയ്യാം. ഇനി ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഓർഗൻ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ടത് ഓർത്തിരിക്കേണ്ടത്, നമ്മുടെ ശരീരത്തിന്റെ ഫങ്ഷണൽ ഇന്റഗ്രിറ്റിയെ, ശരീരത്തിന്റെ പ്രവർത്തനത്തെ സാരമായിട്ട് ബാധിക്കാത്ത അവയവങ്ങളെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് 2 കിഡ്നി ഉണ്ട്, ഒരെണ്ണം കൊടുക്കാം. ഒന്ന് കൊടുത്താലും മറ്റേതുകൊണ്ട് ശരീരം പ്രവർത്തിച്ചോളും. പക്ഷെ നമുക്ക് ഒരു ഹൃദയമേ ഉള്ളൂ. ജീവിച്ചിരിക്കുമ്പോൾ ആ ഹൃദയം കൊടുക്കാൻ പറ്റൂല. ഹൃദയം കൊടുത്താൽ അതോടുകൂടി നമ്മൾ തീരും. ഇപ്പൊ ക്ലിയർ ആയല്ലോ? അപ്പോ വൈറ്റലായിട്ടുള്ള ഓർഗൻസ് പറ്റില്ല, അല്ലാത്ത ഓർഗൻസ് ഒക്കെ നമുക്ക് ഡൊണേറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല ജീവിച്ചിരിക്കുമ്പോൾ. അതല്ലെങ്കിൽ നമ്മൾ പിന്നെ മരിച്ചു കഴിയുമ്പോഴാണെങ്കിൽ എല്ലാ ഓർഗനും. എപ്പോഴാണ് മരിച്ചു അല്ലെങ്കിൽ മരിച്ചില്ല എന്നൊക്കെ നമ്മൾ വിധി എഴുതുന്നത് എന്ന് ചോദിച്ചാൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിയുമ്പോഴാണ്. ഇതോടുകൂടി ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇതിൻ്റെ അകത്ത് റെഫറൻസ് ഉണ്ട് അതിനെക്കുറിച്ച്. നമുക്ക് ഈ പാലിയേറ്റീവ് സെഡേഷൻ ഉണ്ട്, പെയിൻ കില്ലേഴ്സ് ഉണ്ട്. അതൊക്കെ ഉപയോഗിക്കുന്നത് ശരിയാണോ അല്ലയോ എന്ന ഒരു ചിന്ത പലർക്കും ഉണ്ട്.
പാലിയേറ്റീവ് സെഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അതികഠിനമായ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ മയക്കി കിടത്താൻ വേണ്ടി മോർഫിൻ അതുപോലെയുള്ള മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട് പാലിയേറ്റീവ് സെഡേഷൻ. ഈ പാലിയേറ്റീവ് സെഡേഷന്റെ കുഴപ്പം അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ സൈഡ് ഇഫക്റ്റ് ഉണ്ട്. മരണം പെട്ടെന്നാകും, ഇന്റേണൽ ഓർഗൻസ് ചിലപ്പോൾ നശിക്കാം, അങ്ങനെയൊക്കെയുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പാലിയേറ്റീവ് സെഡേഷൻ ആകാം. കാരണം നമ്മുടെ ഇന്റൻഷൻ ഗുഡ് ഓഫ് ദ പേഷ്യന്റ് ആണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത, അത് ഉദ്ദേശിക്കാത്ത ഇതാണ് അദ്ദേഹത്തിന്റെ ലൈഫ്, ഇന്റേണൽ ഓർഗനെ ബാധിക്കുന്നു, ലൈഫ് സ്പാൻ കുറയുന്നു, ഇതൊക്കെ നമ്മൾ ഉദ്ദേശിക്കാത്തതാണ്. അപ്പോൾ നമ്മളെ പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ ഇഫക്റ്റ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ഈ പെയിൻ കില്ലേഴ്സ് അതൊന്നും എടുക്കുന്നതിന് കുഴപ്പമില്ല, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വേണം, അങ്ങ് എടുക്കാം. അതിനൊക്കെ സൈഡ് ഇഫക്റ്റ് ഉണ്ട്, പക്ഷെ അത് വറിയാകേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗുഡ് ഓഫ് ദ പേഷ്യന്റ് ആണ്. ഓക്കെ, ഇനി ഒരു പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഈ സ്റ്റെം സെൽ റിസർച്ച്. ഈ മൂലകോശങ്ങള് നമുക്ക് ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. അതായത് ചാപ്റ്റർ 11, മാതൃകോശ വേർതിരിക്കല് ചികിത്സ, സ്റ്റെം സെൽസ്. ഈ സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതൃകോശങ്ങൾ, മൂലകോശം, അത് നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. പിന്നെ ഈ സ്റ്റെം സെൽസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എംബ്രിയോണിക് സ്റ്റെം സെൽസ് ആണ്. ഏത് പർപ്പസിനാണെങ്കിലും നമുക്കറിയാം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള മൂലകോശ സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് എംബ്രിയോയിൽ നിന്ന് കിട്ടുന്നതാണ്. അത് നമ്മുടെ എന്താ പറയാ തെറാപ്യൂട്ടിക് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പൊ അതിനെ കുറിച്ച് ഇപ്പം പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അന്ന് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഈ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നിന്ന് സ്റ്റെം സെൽസ് നമുക്ക് എടുക്കാം, ബോണിൽ നിന്നൊക്കെ സ്റ്റെം സെൽസ് എടുക്കാം. അങ്ങനെ സ്റ്റെം സെൽസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും കോശമൊക്കെ നശിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും രോഗമൊക്കെ ഉണ്ടെങ്കിൽ ഈ കോശം അങ്ങോട്ട് വെച്ചാൽ അത് വളരുമെങ്കിൽ ആ രീതിയിൽ ഒക്കെയുള്ള ഒരു തെറാപ്യൂട്ടിക്, അതായത് ചികിത്സാപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അതേസമയത്ത് എംബ്രിയോയിൽ നിന്നുള്ള കോശമാണെങ്കിൽ ശരീരത്തിന്റെ ഏത് ഭാഗമായിട്ടും വളരും. പക്ഷെ അത് സഭ അംഗീകരിക്കുന്നില്ല. എംബ്രിയോണിക് സ്റ്റെം സെൽ റിസർച്ച് സഭ അംഗീകരിക്കുന്നില്ല. കാരണം എംബ്രിയോ നശിപ്പിക്കപ്പെടും. എംബ്രിയോ എന്ന് പറയുന്നത് ബീജവും എഗ്ഗും തമ്മിൽ ഫെർട്ടിലൈസ് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ സൈക്കോട്ടാണ് ഈ എംബ്രിയോ എന്ന് പറയുന്നത്. അപ്പൊ ആ എംബ്രിയോ സഭയുടെ കാഴ്ചപ്പാടില് ലൈഫാണ്, ജീവനാണ്. അപ്പൊ അതിൽ നിന്ന് സ്റ്റെം സെൽസ് എടുത്താൽ എംബ്രിയോ നശിക്കും. അപ്പൊ അത് ജീവനെ നശിപ്പിക്കലാണ്. അതുകൊണ്ട് സഭ ഒരിക്കലും ഈ പറയുന്ന സ്റ്റെം സെൽ റിസർച്ചിനെ സഭ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഇനിയുള്ളതാണ് ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഉണ്ട്. രണ്ട് രീതിയിലുള്ള ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണുള്ളത്. ഒന്ന് തലമുറകൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ജേം ലൈൻ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയും. തലമുറകൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഫോർ എക്സാമ്പിൾ എംബ്രിയോ, ആ എംബ്രിയോയിൽ നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയാൽ അത് അടുത്ത തലമുറയിലോട്ട് പോകും. നമുക്ക് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാല് ഈ ബ്രെയിൻ തീരുമാനിക്കപ്പെടുന്ന ജീനുകളെ കണ്ടെത്തിയിട്ട് മാറ്റിയിട്ട് വേറെ ജീനൊക്കെ ഇൻസേർട്ട്, അങ്ങനെയൊക്കെയുള്ള ജനറ്റിക് എഞ്ചിനീയറിംഗ് എംബ്രിയോയിൽ നടത്തിയാൽ നമുക്ക് സൂപ്പർ ജീനിയസ് ആയിട്ടുള്ള മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ദൈവത്തിന്റെ റോൾ എടുക്കുക. ദൈവമാണ് സൃഷ്ടികർമ്മം നടത്തേണ്ടത്, നമ്മളല്ല. അതുകൊണ്ട് ഈ എംബ്രിയോണിക് സ്റ്റെം സെൽ റിസർച്ചിനെ സഭ, ജെം ലൈൻ റിസർച്ചിനെ, ജനറ്റിക് എഞ്ചിനീയറിംഗിനെ സഭ അംഗീകരിക്കുന്നില്ല. അതേസമയത്ത് സൊമാറ്റിക് ജനറ്റിക് എഞ്ചിനീയറിംഗ് ഉണ്ട്. പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിൽ നടത്തുന്ന ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ്. ജനറ്റിക് മോഡിഫിക്കേഷൻസ് ആണ്. അത് കുഴപ്പമില്ല, കാരണം അത് അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല, അത് നമ്മിൽ തന്നെ തീരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള റിസർച്ചുകളെ സഭ അംഗീകരിക്കുന്നു. സൊമാറ്റിക് ജനറ്റിക് എഞ്ചിനീയറിംഗ് അത് സഭ അംഗീകരിക്കുന്നുണ്ട്. മറ്റേ ജെം ലൈനെ സഭ അംഗീകരിക്കുന്നില്ല. കാരണം അത് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. അതുകൊണ്ടാണ് സഭ അതിനെ അംഗീകരിക്കാത്തത്. ഇനിയിപ്പോ ഇത് ഇത്രയും ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചോദ്യം, നമുക്ക് ന്യായീകരിക്കാവുന്ന ജീവന്റെ വയലേഷൻസ് ഉണ്ടോ? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, പണ്ട് കത്തോലിക്ക സഭ ഈ നമ്മുടെ ഡെത്ത് പെനാലിറ്റിയെ അംഗീകരിച്ചിരുന്നു, ക്യാപിറ്റൽ പണിഷ്മെന്റ്.
മരണശിക്ഷ, വധശിക്ഷ അതിനെ അംഗീകരിച്ചത്. പക്ഷെ പോപ്പ് ഫ്രാൻസിസ് വന്നു കഴിഞ്ഞപ്പോ വധശിക്ഷയ്ക്കെതിരെ ഒരു നിലപാട് നമ്മൾ എടുക്കുക. കാരണം അത് ഡിഗ്നിറ്റി ഓഫ് ദ ലൈഫിന് എന്നാ പറയാ എതിരാണ് എന്ന് പറഞ്ഞിട്ട് വധശിക്ഷയെ നമ്മൾ അംഗീകരിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ വധശിക്ഷയ്ക്ക് അനുകൂലമായ ഒരു നിലപാടല്ല കത്തോലിക്ക സഭയ്ക്കുള്ളത്. നേരത്തെ, അതായത് ഇപ്പോൾ ഫ്രാൻസിസിന് മുമ്പ് വേറെ മാർഗങ്ങളൊന്നും ഇല്ലെങ്കിൽ വധശിക്ഷയാകാം എന്നൊരു നിലപാട് സഭയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ വരുമ്പോൾ നമുക്കറിയാം ഈ ജസ്റ്റ് വാർ തിയറി ഉണ്ട്. ജസ്റ്റ് വാർ, അത് നമ്മുടെ സെന്റ് അഗസ്റ്റിനാണ് ജസ്റ്റ് വാർ തിയറി ആദ്യം പറഞ്ഞു തുടങ്ങി. പിന്നെ സെന്റ് തോമസ് അക്വിനാസ് അതിനെ കുറച്ചും ഡെവലപ്പ് ചെയ്തു. പക്ഷേ ജസ്റ്റ് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില വാറുകളെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാം. ഇതാണ് ജസ്റ്റ് വാർ തിയറിയുടെ അപ്പൊ എന്ന് പറഞ്ഞാല് ഈ വാർ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലൈഫിനെ ബാധിക്കുന്ന ഇതാണ്. ലൈഫാണല്ലോ നശിപ്പിക്കപ്പെടുന്നത്. അതിനെ ജസ്റ്റിഫൈ ചെയ്യാം എന്ന് വാദിക്കുന്ന കുറച്ച് ഒരു തിയറിയാണ് ഈ ജസ്റ്റ് വാർ തിയറി എന്ന് പറയുന്നത്. പക്ഷെ അതും ഇന്നത്തെ ഓക്കെ, അങ്ങനെ സെന്റ് അഗസ്റ്റിനും സെന്റ് തോമസ് അക്വിനാസും ഒക്കെ അവരുടെ കാലഘട്ടങ്ങളിൽ പറഞ്ഞു വെച്ചുവെങ്കിലും ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഈ ന്യൂക്ലിയർ വെപ്പൺസും അതുപോലെ തന്നെ ഈ കെമിക്കൽ വെപ്പൺസ് ഒക്കെ ഉള്ള ഈ ആധുനിക കാലഘട്ടത്തിൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഹാവ് എ ജസ്റ്റ് വാർ. ഒരിക്കലും ജസ്റ്റ് വാർ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. കാരണം മിസ്യൂസ് ചെയ്യാനും പിന്നെ എന്താ പറയാ, ഏതെങ്കിലും ഒരു വെപ്പൺ ഉപയോഗിച്ചാൽ ഈ ജസ്റ്റ് വാറിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഒന്നുമല്ല. യുദ്ധത്തിന് ഭീഷണിയുള്ളവരെ മാത്രമേ അറ്റാക്ക് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും അണുവായുധം നമുക്ക് പ്രയോഗിക്കാൻ പറ്റില്ല. പ്രയോഗിച്ചാൽ എല്ലാവരും നശിക്കും. അതാണ്. അതുകൊണ്ട് ഈ മോഡേൺ വേൾഡിൽ ജസ്റ്റ് വാർ അത്ര പ്രായോഗികം അല്ല എന്നുള്ളതാണ് മോറൽ തിയോളജിസ്റ്റിന്റെ ഒരു വിശകലനം. ഡിഫൻസ്, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരാൾ അറ്റാക്ക് ചെയ്യുന്നു, എന്റെ ലൈഫ് ഡേഞ്ചറാണ്. അപ്പൊ എന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് എന്നെ രക്ഷിക്കുക. എന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. ആ അറ്റാക്കിൽ അദ്ദേഹം മരിക്കുന്നു. ഇത് കൊലപാതകമാണെന്ന് ചോദിച്ചാൽ അല്ല. കാരണം അവിടെ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വയം രക്ഷിക്കുക എന്നുള്ളതാണ്, എന്റെ ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ അൺഇന്റന്റഡ് ആയിട്ടാണ് ആ കൊലപാതകം അവിടെ നടന്നിരിക്കുന്നത്, മനഃപൂർവ്വമല്ലാതെ. അതിനെ നമുക്ക് ന്യായീകരിക്കാവുന്നതാണ് എന്ന് സഭ പഠിപ്പിക്കുന്നത്. പിന്നെ നമ്മുടെ വയലന്റ് റെവല്യൂഷനൊക്കെ ചില പ്രത്യേക സാഹചര്യങ്ങളിലാകാം എന്ന് സഭ പറഞ്ഞു വെക്കുന്നുണ്ട്. വേറെ ചില പ്രത്യേക സാഹചര്യങ്ങൾ. ഇനി അടുത്ത ലാസ്റ്റ് ആയിട്ടൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ എക്കോളജിയാണ്. എൻവയറമെന്റൽ പ്രോബ്ലം ഈസ് എ പ്രോബ്ലം ഓർ എ ത്രെഡ് ടു ദ ലൈഫ്. അപ്പോൾ നിങ്ങളിത് വളരെ ശ്രദ്ധിക്കാൻ, അതായത് ഈ ലൈഫും എക്കോളജിയും ബന്ധപ്പെട്ടാണ് എടുക്കുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഈ പ്രകൃതിയിലാണ് ആക്കിയത്. നമുക്കറിയാം ഇപ്പോഴത്തെ ഗ്ലോബൽ വാർമിങ് നമുക്കറിയാവുന്ന കാര്യമാണ്. ഗ്ലോബൽ വാർമിങ് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനവും ടെമ്പറേച്ചറിന്റെ വേരിയേഷൻസും വാർമിങ്ങും എല്ലാം കൂടെ ഒരു വലിയ കെയോസിലോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പൊ ഇപ്പൊ കൊണ്ട് ലോകരാഷ്ട്രങ്ങളെല്ലാം പറയുന്നത് ഈ കാർബൺ എമിഷനും കുറയ്ക്കാനാണ് പറയുന്നത്. കാർബൺ എമിഷൻ കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഈ അന്തരീക്ഷത്തിലേക്ക് വരുന്ന കാർബൺ സ്വീകരിച്ചിട്ട് ഈ വനങ്ങൾ അല്ലെ ഈ മരങ്ങള് കാർബൺ സ്വീകരിച്ചിട്ട് ഓക്സിജൻ ആക്കി ഈ കാർബണെ പുറന്തള്ളും. അപ്പൊ അതൊരു ബാലൻസ് വേണം. ഇപ്പൊ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഈ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ കൂടി പോവാ. അപ്പൊ അതുകൊണ്ടാണ് ഈ ചൂട് കൂടുന്നത്. എങ്ങനെയാണ് ഈ കാർബൺ എമിഷൻ ഉണ്ടാവുക? അതിന് ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. നാം എഗൻസ്റ്റ് ലൈഫ്, വി ആർ ആക്ടിങ് എഗൻസ്റ്റ് ബൈബിൾ. ദാറ്റ് ഈസ് വൈ പോപ്പ് ഫ്രാൻസിസ് ക്ലിയർലി ഗീവ്സ് us two letters. One is an encyclical, another one is an apostolic exhortation. എൻസൈക്കിളിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ലൗദാത്തോ സി, നിങ്ങൾ പ്രകൃതിയെ സ്നേഹിക്കണം, ഇല്ലെങ്കിൽ ലൈഫിനെതിരെയുള്ള അറ്റാക്കാണ്. വീണ്ടും ലൗദാത്തോ ദൈവില് കൃത്യമായിട്ട് മാർപ്പാപ്പ പറയുന്നു, എൻവയറമെന്റിനെ സംരക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ ലൈഫിനെതിരെ നിങ്ങൾ പ്രവർത്തിക്കുകയാണ്. ഈ രണ്ടെണ്ണത്തിലും മാർപ്പാപ്പ ആവശ്യപ്പെടുന്നത് എൻവയറമെന്റിനെ നിങ്ങൾ സ്നേഹിക്കൂ, പ്രൊട്ടക്ട് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ കാർബൺ എമിഷന് നമ്മളെല്ലാം ഉത്തരവാദിയാണ്. അച്ഛനായ ഞാനും നിങ്ങളെല്ലാം ഉത്തരവാദിയാണ് കാർബൺ എമിഷന്. നമ്മൾ ഉപയോഗിക്കുന്ന ഈ പ്ലാസ്റ്റിക്, നമ്മൾ ഇറസ്പോൺസിബിൾ ആയിട്ട് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുമ്പോൾ, നമ്മൾ ഇറസ്പോൺസിബിൾ ആയിട്ട് വാട്ടർ ഉപയോഗിക്കുമ്പോൾ, സോ വി ആർ കോൺട്രിബ്യൂട്ടിങ് ടു ദ കാർബൺ എമിഷൻ. നമ്മൾ കാർബൺ എമിഷനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ ഒരു പൈപ്പുണ്ട്, ടാപ്പുണ്ട്, ആ ടാപ്പിലൂടെ വെള്ളം ഇറ്റിട്ട് പോവാന്ന് കരുതുക.
അവിടെ നിങ്ങൾ വേസ്റ്റിംഗ് ദ വാട്ടർ ആണ്. ആ വാട്ടർ എങ്ങനെയാ അവിടെ എത്തുന്നത്? അതിന്റെ പിറകിലുള്ള എനർജി എന്ത് ചെയ്യാ? ഇപ്പൊ നമുക്കറിയാം ഈ എഫിഷ്യന്റ് യൂസ് ഓഫ് ദി എനർജി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് LED ബൾബുകളൊക്കെ വീട്ടിലെന്ന് പറയുന്നത്. ഈ എഫിഷ്യന്റ് യൂസ് ഓഫ് ദി എനർജി വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്ത് സംഭവിക്കുന്നുള്ളത്. നമുക്ക് ഇലക്ട്രിസിറ്റി എവിടെ നിന്നാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത്? നാച്ചുറൽ ആയിട്ടുള്ള ഈ വെള്ളത്തിൽ നിന്നൊക്കെ ഉത്പാദിപ്പിക്കുന്നത് വളരെ കുറവാണ്. മജോറിറ്റി ഇലക്ട്രിസിറ്റി വരുന്ന പറഞ്ഞാൽ ഈ ഫോസിൽ ഫ്യൂൾസ്, നമ്മുടെ എന്നാ പറയാ കൽക്കരി, പെട്രോള് അല്ലെങ്കിൽ ഡീസൽ, അങ്ങനെയുള്ള ഫോസിൽ ഫ്യൂൾസിൽ നിന്നാണ് ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കുന്നത്. അങ്ങനെ ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കപ്പെടുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് പോകുന്നത് കാർബൺ എമിഷൻ ആണ്. സോ വി ആർ കോൺട്രിബ്യൂട്ടിങ് ഫോർ ഇറ്റ്. നമ്മൾ ഒരു സൈക്കിളിന് യാത്ര ചെയ്യാവുന്ന ദൂരം നമ്മൾ കാർ എടുത്ത് പോകുമ്പോൾ വി ആർ കോൺട്രിബ്യൂട്ടിങ് ഫോർ ദ ഇത് കാർബൺ എമിഷൻ. കാർബൺ എമിഷന് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രകൃതിയിലെ ചൂട് വർദ്ധിക്കും. ചൂട് ഒരു പരിധി കൂടുതൽ വർദ്ധിച്ചാൽ 2050, 60 ഒക്കെ ആകുമ്പോൾ കേരളത്തിന്റെ പകുതി ഭാഗങ്ങളും കടലായിരിക്കും എന്നാണ് പറയുക. അതുകൊണ്ട് അപ്പൊ ലൈഫിനെതിരെ, അതെല്ലാം ലൈഫിനെതിരെയുള്ള അറ്റാക്കാ. കാരണം വി ഹാവ് ടു യൂസ് ദ നേച്ചർ ഇൻ എ റെസ്പോൺസിബിൾ വേ ഓർ ഇൻ എ സസ്റ്റൈനബിൾ വേ. ദി അതർ ജനറേഷൻസ്, ദ കമ്മിങ് ജനറേഷൻസ്, ദേ ഹാവ് ടു യൂസ് ദിസ് നേച്ചർ. നമുക്ക് നേച്ചർ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇൻ എ റെസ്പോൺസിബിൾ വേ ആൻഡ് ഇൻ എ സസ്റ്റൈനബിൾ വേ. അടുത്ത ജനറേഷനെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മുടെ ഈ നേച്ചറിനെ നമ്മൾ ഉപയോഗിക്കാൻ. അതാണ് എക്കോളജിയും ലൈഫും തമ്മിൽ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. നമ്മൾ എക്കോളജിയെ നമ്മൾ നശിപ്പിക്കുമ്പോൾ ലൈഫിനെ തന്നെയാണ് നശിപ്പിക്കുന്നത്. കാരണം ഫ്യൂച്ചർ ജനറേഷൻസിനോട് ജീവിക്കാൻ പറ്റാതെ വന്നാൽ അത് ലൈഫിനെതിരെയുള്ള ഒരു മൂവ്മെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് നമുക്ക് എന്നാ പറയാ സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അപ്പൊ അത് ഈ ജീവന്റെ ധാർമ്മികതയിലെ ഒരു അടിസ്ഥാന പ്രമാണം തന്നെയാണ്. പിന്നെ ഉള്ള അധ്യായങ്ങളിലൊക്കെ വാർദ്ധക്യത്തെ കുറിച്ചും, അതൊക്കെ ലൈഫ് തന്നെയാണല്ലോ വാർദ്ധക്യം. അപ്പോ നമ്മള് ആ വാർദ്ധക്യത്തിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യണം, അവരെ സംരക്ഷിക്കണം. കാരണം ലൈഫിനെ സംരക്ഷിക്കുന്നത് തന്നെയാണ് അത് മക്കളുടെ കടമ. നമ്മുടെ സംസ്കാരം അനുസരിച്ച്, ഇന്ത്യയിൽ കേരളക്കാരുടെ സംസ്കാരം അനുസരിച്ച് മക്കളാണ് പേരൻസിനെ സംരക്ഷിക്കുന്നത്, നമുക്കറിയാം. ഞാൻ മൈനസ് സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് അന്ന് ഞങ്ങളുടെ റെക്ടറച്ചന് പിന്നെ ഈ തലശ്ശേരി ടൗണിലൊക്കെ ഉണ്ടായിരുന്ന ഭിക്ഷക്കാര്, ഈ ഭിക്ഷ യാചിച്ച് ജീവിക്കുന്ന മനുഷ്യരെ കൂടെ ജീസസ് യൂത്തിന്റെ സഹായത്തോടെ ഞങ്ങളുടെ സെമിനാരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഏകദേശം ഒരു 80 പേരുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞങ്ങളോട് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ഇവരുമായിട്ട് മിങ്കിൾ ചെയ്യണം, ഇവരെ കുളിപ്പിക്കണം, മുടി വെട്ടണം, എല്ലാം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനൊരു ചേട്ടന്റെ മുടി വെട്ടിക്കൊണ്ട് ഈ താടി മുറിച്ചോണ്ടിരിക്കുക. അപ്പൊ വലിയ താടിയാണ്. അപ്പോ അതിൻ്റെ അകത്ത് മുഴുവൻ പേനും അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഞാൻ കത്രിക വെച്ച് ഇങ്ങനെ മുറിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്ന് എൻ്റെ കയ്യിൽ വീണു. അപ്പൊ ആദ്യം ഒന്ന് വീണു, ഞാൻ മൈൻഡ് ചെയ്തില്ല. രണ്ടാമത് വീണ്ടും കുടുകൂടെ കണ്ണുനീര് വീണപ്പോ ഞാൻ ചോദിച്ചു, ചേട്ടൻ എന്താ ഇങ്ങനെ കരയുന്നേ? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, അല്ലെങ്കിൽ ബ്രദറിനെ പോലെ ഒരു മകൻ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ തലശ്ശേരി ടൗണിൽ വന്ന് കിടക്കുകയില്ലായിരുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ കാരണം? അപ്പൊ പറഞ്ഞു, കാസർഗോഡ് അപ്പുറേ ഏകദേശം 10-12 ഏക്കറോളം കമുകിൻ തോട്ടമുള്ള ഒരു ഉടമയാണ് ഞാൻ. എൻ്റെ മകന് +2 വരെ ഞാൻ നമ്മുടെ +2 അധ്യാപകനാണ്. അപ്പോ ഒരു ദിവസം ഞാൻ ഇച്ചിരി മുറുക്കും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അവന് ഇഷ്ടപ്പെട്ടില്ല, ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഞാൻ അന്ന് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ അങ്ങോട്ട് തിരിച്ചു പോയിട്ടില്ല. ഏകദേശം 12 വർഷമായി ഞാനിപ്പോ ഇങ്ങനെ ട്രിവാൻഡ്രം മുതൽ ഇങ്ങോട്ട് പല സിറ്റികളിൽ കൂടെ അലഞ്ഞ് റോഡ് സൈഡിൽ കിടന്ന് അങ്ങനെ ജീവിക്കുകയാണ്. സോ അത് നമ്മുടെ കൾച്ചർ അല്ല. കാരണം അത് ലൈഫിനെതിരെയുള്ള ഒരു മൂവ്മെന്റ് ആണ്. അപ്പൊ നമ്മളിത് പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കണം. വി ഹാവ് ടു പ്രൊട്ടക്ട് ലൈഫ്, വി ഹാവ് ടു സ്റ്റാൻഡ് ഫോർ ലൈഫ്. ലൈഫിനെ സ്നേഹിക്കണം, ലൈഫിനെ സംരക്ഷിക്കണം, ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമ്മളിത് പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യം കിട്ടുന്നു. ആ ബോധ്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുമുള്ള ഒരു എന്താ പറയാ ഒരു ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഒരു തീരുമാനം നമ്മുടെ ഭാഗത്തു നിന്ന് വേണം. ദെൻ ഫൈനലി ഞാൻ പറഞ്ഞ 10 മിനിറ്റ് നിങ്ങൾക്ക് ചോദ്യത്തിന് തരാം. ഫൈനലായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരു ജീവന്റെ സംസ്കാരം വളർത്താം. അതാണ് അവസാനത്തെ ചാപ്റ്റർ പറയുക, ഒരു ജീവന്റെ സംസ്കാരം.
ലൈഫിനോട് ആനുകൂല്യമുള്ള ഒരു സംസ്കാരം. ഇപ്പൊ ജീവനെതിരെയുള്ള സംസ്കാരമാണ് ഇപ്പൊ കൂടി കൂടി വരുന്നത്. ലൈഫിനെ, ആരോഗ്യത്തെ ഒക്കെ നശിപ്പിക്കുന്ന സംസ്കാരം വളരെ ശക്തമാണ്. നമ്മുടെ പലർക്കും അതിനോടൊക്കെയാണ് താല്പര്യം. പക്ഷെ സഭ വളരെ കൃത്യമായിട്ട് പറയുന്നത് ജീവനെ സംരക്ഷിക്കുന്ന, ജീവനെ ഉൾക്കൊള്ളുന്ന സംസ്കാരമാണ് നമ്മൾ രൂപപ്പെടുത്തേണ്ടത്. അതാണ് നമുക്ക് വേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് സഭ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ഇതാണ് നമ്മൾ ജനറൽ ആയിട്ട് നമ്മുടെ ഈ ജീവന്റെ ധാർമ്മികത എന്ന പുസ്തകം നമ്മുടെ മുമ്പിൽ വെക്കുന്ന ചിന്തകള്. ഞാൻ ആദ്യം പറഞ്ഞ ആ പോയിന്റിൽ ഞാൻ എത്തിക്കുകയാണ്. അതായത് ലൈഫ് റിലേറ്റഡ് ഇഷ്യൂസ്, ജീവനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇഷ്യൂസും ഡിസ്കസ് ചെയ്യുന്ന ഒരു ദൈവശാസ്ത്ര ശാഖയാണ് ജീവന്റെ ധാർമ്മികത എന്ന് പറയുക. അത് ബിഗിനിങ് ഓഫ് ദ ലൈഫ്, ലൈഫിന്റെ ആരംഭം, ലൈഫിന്റെ മുമ്പോട്ടുള്ള പോക്ക്, ലൈഫിന്റെ അവസാനം. ഈ വിവിധ ഘട്ടങ്ങളിൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ ഇഷ്യൂസ് ഉണ്ട്. അതിനെല്ലാം വിശകലനം ചെയ്യുന്ന, ഡിസ്കസ് ചെയ്യുന്ന ഒരു ഒരു ദൈവശാസ്ത്ര ശാഖയാണ് ജീവന്റെ ധാർമ്മികത എന്ന് പറയുക. അടിസ്ഥാന പ്രമാണം ഇത്രയേ ഉള്ളൂ: ജീവനെ സംരക്ഷിക്കണം, പ്രൊട്ടക്ട് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം. ഒരു കാരണവശാലും ജീവനെ നശിപ്പിക്കാൻ പാടില്ല. ഇതാണ് ഇതിന്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുക. അത് ബൈബിൾ കേന്ദ്രീകൃതമാണ്. ബൈബിളിൽ നിന്നാണ് ആ അടിസ്ഥാന പ്രമാണം വരുന്നത്. പിന്നെ അത് സഭാപ്രബോധനങ്ങളിൽ എല്ലാം ഈ അടിസ്ഥാന പ്രമാണം തന്നെയാണ് നിലനിൽക്കുക. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഇനി നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാം. എന്റെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.